بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع ولكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم. وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ആദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സന്ദർഭത്തിലും
പഠിക്കുകയും പ്രയോഗവൽക്കരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുക, ഹുബ്ബ് വെക്കുക എന്ന ആ മഹബ്ബത്തിന്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയായി കിട്ടാൻ നാം ഓരോരുത്തരും കഠിന പ്രയത്നം നടത്തണം. ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ. പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന ഒരു മുസ്ലിം ആണ് പെണ്ണിനും ഉണ്ടായിത്തീരേണ്ട അടയാളങ്ങൾ വിശദീകരിച്ചപ്പോൾ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അതിലാദ്യമായിട്ട് എണ്ണിയത് ഇത്തിബാഅ്, അനുധാവനം, പിൻപറ്റുക എന്ന് പറയുന്നു. അത് നമ്മുടെ വിഷയത്തിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാൾക്ക് നാൾ കുറഞ്ഞു പോകുന്നത് നമ്മുടെ വാദത്തിന്റെ എതിരാണ്. എല്ലാവരും പറയുന്നു നമുക്ക് ഭയങ്കര മഹബത്താണ്, ഭയങ്കര ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത ഹുബ്ബാണ്. പക്ഷെ ആ വാക്ക് സത്യസന്ധമാകണമെങ്കിൽ നമ്മൾ അവിടത്തോട് വിധേയപ്പെടണം, അനുസരിക്കണം. അള്ളാഹുവിന് മാത്രം അനുസരിച്ചാൽ അനുസരണം പൂർണ്ണമാകൂല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനും അനുസരിക്കണം. അള്ളാഹുവിനെ മാത്രം ഒരാൾ അനുസരിച്ചാൽ അവന്റെ അനുസരണം പൂർണ്ണമാവുകയില്ല, ശരിയാവുകയില്ല. മഹബത്തുണ്ട് എന്ന് ഏതെങ്കിലും ഒരാൾ പെണ്ണ് പറയുകയാണെങ്കിൽ ശരിയായിട്ടും അതിന് വേണ്ട ഒരു കാര്യമാണ് ഇത്വാഅത്ത്, അനുസരണം. ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നിന്റെ ഹുബ്ബ് യാഥാർത്ഥ്യമാണെങ്കിൽ, സത്യമാണെങ്കിൽ അത്വഅതഹു, നീ അവിടുത്തേക്ക് വിധേയപ്പെടണം, അനുസരിക്കണം. ആ അനുസരണം നിന്റെ ശരീരത്തിലെ പ്രവർത്തനങ്ങളിൽ, അവസ്ഥകളിൽ, സന്ദർഭങ്ങളിൽ, വാക്കുകളിൽ എല്ലാം ഉണ്ടായിത്തീരണം. അനുസരിക്കാൻ ഒരുപാട് മേഖലകൾ ഉണ്ട്. അനുസരിക്കുന്നില്ലെങ്കിലോ ആ വാക്ക് വെറും വാക്കാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അതിനെപ്പറ്റി പറഞ്ഞത്,
ആ വാക്കിനെ സംബന്ധിച്ച് പറഞ്ഞത് ഒരു അത്ഭുതകരമാണ്. കാരണം ഒരു മനുഷ്യൻ അവൻ വാദിക്കുന്നു എനിക്ക് വല്ലാത്ത മഹബ്ബത്താണ്. മഹബ്ബത്തുണ്ടെങ്കിൽ ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, സ്നേഹിക്കുന്നവൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവനോട് വിധേയപ്പെട്ടിരിക്കും. ഉമ്മമാരെ, സഹോദരന്മാരെ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഒരു ഭൗതിക നേതാവിനെ ഇഷ്ടം വെക്കുന്നു എന്ന് നിങ്ങൾ കരുതിക്കോ. ഒരാണോ പെണ്ണോ ഒരു സൂപ്പർ സ്റ്റാറിനെ ഇഷ്ടം വെക്കുന്നു എന്ന് കരുതിക്കോ. അവന്റെ എല്ലാ വിഷയങ്ങളും ഇവനും പകർത്തും. അതുകൊണ്ടല്ലേ ശരീരത്തിന്റെ സ്റ്റൈലുകളൊക്കെ അങ്ങനെയായി മാറുന്നത്. ആരെയാണ് സ്നേഹിക്കുന്നത് എന്ന് നോക്കിയാൽ തന്നെ അറിയും. സഹോദരാ, നമ്മെ നോക്കിയാൽ തിരിയണം നാം ആരെയാണ് സ്നേഹിക്കുന്നത്. നിന്റെ മുഖത്തേക്ക് നോക്കിയാൽ, നിന്റെ ശരീരത്തിലേക്ക് നോക്കിയാൽ, നിന്റെ നടത്തത്തിലേക്ക് നോക്കിയാൽ, നിന്റെ ഓരോ പ്രവർത്തനത്തിലേക്കും നോക്കിയാൽ നിന്റെ പിന്തുടർച്ച ആരെയാണെന്ന് ബോധ്യമാകും. സഹോദരി, നിന്റെ പിന്തുടർച്ച ആരെയാണ് എന്ന് പെട്ടെന്ന് തിരിച്ചറിയും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടം വെക്കാത്ത ഒരു രീതിയിലാണോ നമ്മുടെ നടത്തവും പ്രവർത്തനവും? നമ്മുടെ വാക്ക് വെറും വാക്കാണ്, അതിന് യാതൊരു ഫലവും ഇല്ല. ആരെങ്കിലും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുന്ന ഒരു വാക്കാണ്. ശരിയായ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ, ആണും പെണ്ണും നിങ്ങൾ നോക്കി ഒരുമിച്ച് ഒരു യാത്ര ചെയ്യുന്നു എന്ന് കൂട്ടിക്കോളൂ. ഭാര്യയും ഭർത്താവുമാണ്. എന്നാൽ ആ ഭാര്യയിലും ഭർത്താവിലും നേരിക്കേണ്ട ഒരു സംഗതിയുണ്ട്. എന്താണ് സഹോദരിമാരെ നേരിക്കേണ്ട സംഗതി? റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഭർത്താവിന് നല്ല ഒരു ഹലാലായ പെണ്ണിനെ വിചാരങ്ങൾ വികേന്ദ്രീകരിക്കാനുള്ള എല്ലാവിധ സൗകര്യത്തോടെയും അല്ലാഹു നൽകിയിട്ടുണ്ട്. അവന്റെ കണ്ണ് ഇനി മറ്റൊരു ദിശയിലേക്ക് തിരിയാൻ പാടില്ല. ഈ പെണ്ണിന്റെ നോട്ടവും വേറെ ഒന്നിലേക്ക് പോകാൻ പാടില്ല. മതിയാകുന്ന ഹലാലായ രൂപത്തിൽ നല്ലൊരു ഇടയെ അല്ലാഹു തആല അവളെ ശരീരത്തിന് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ഭാഗത്തേക്ക്, വേറൊരു വിഷയത്തിലേക്ക് പോയിക്കൂടാ. ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും മറ്റൊരാളിലേക്ക് പ്രദർശിപ്പിക്കുകയോ പരസ്യപ്പെടുത്തുകയോ രഹസ്യപ്പെടുത്തുകയോ ചെയ്യരുത്. അത് സത്യത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വിധത്തിലുള്ള ചതിയാണ്. എല്ലാ നിലക്കും കൂറിവിടെയാണ്, എല്ലാ നിലക്കും ഇവിടെയാണ് എല്ലാവിധ ചെലവും. പക്ഷേ ജീവിതത്തിന്റെ കൂറു മുഴുവനും വേറൊരു ഭാഗത്താണ്. സഹോദര, സഹോദരി, സത്യത്തിൽ അത് ചതിയാണ്, വഞ്ചനയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല എന്നിൽ ഏൽപ്പിച്ചതിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താനും സ്വീകരിക്കാനും അല്ലാഹു എനിക്ക് കഴിവ് നൽകിയിരിക്കെ, അതവിടെ ഉണ്ടായിട്ട് ഹലാലായ രൂപഭാവങ്ങൾക്ക് സൗകര്യപ്പെട്ടിട്ട് വേറെ ഒന്നിലേക്ക് ഞാൻ ആകർഷിക്കുകയും തുനിയുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് സത്യത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ച വാക്കുകളോടെ സ്വീകരിച്ചതിന് എത്രമാത്രം വലിയ എതിരാണോ? അപ്പോൾ സംസാരത്തിലും ഓട്ടത്തിലും നടത്തത്തിലും എല്ലാം ഒതുങ്ങിപ്പോയി, നിയന്ത്രണ വിധേയമായി പോയി. വേറൊരു ഭാഗത്തേക്ക് പിന്നെ നോട്ടമോ സംസാരമോ നീക്കമോ ഒന്നും ഇല്ല. ജീവിതത്തിലെ ഏറ്റവും അധികം ഉമ്മമാരെ, ചെറുപ്പക്കാരെ ഉണ്ടാകേണ്ട അടയാളം ഇത്തിബാഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുക എന്നതാണ്. നിങ്ങൾ നോക്ക്, പള്ളിയിലേക്ക് ഒരാൾ കയറുന്നു എന്ന് കൂട്ടിക്കോളൂ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ചെയ്ത് കയറുന്ന ആളാണെങ്കിൽ വുളു എടുക്കാതെ പള്ളിയിലേക്ക് അവൻ കയറുകയില്ല.
കാരണം വുളു എടുക്കാതെ പള്ളിയിലേക്ക് കയറുന്നത് കറാഹത്താണ്. പള്ളിയുടെ ഉള്ളിൽ കയറി വുളു ഇല്ലാതെ വാങ്ക് കൊടുക്കൽ കറാഹത്ത് അശദ്ധാണ്. പള്ളി സാധാരണ ഈ മുറ്റം പോലെയല്ലല്ലോ. പള്ളിക്ക് പ്രത്യേക സ്ഥാനവും പരിഗണനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന ഒരു മനുഷ്യനാണ് പള്ളിയിലേക്ക് കയറുന്നതെങ്കിൽ സാധാരണ ഒരു ബിൽഡിങ്ങിലേക്ക് കയറുന്ന പരുവത്തിൽ അവൻ കയറുകയില്ല. അപ്പുറത്തുള്ള അങ്ങ് സ്നാനം ചെയ്യാൻ സൗകര്യപ്പെടുന്ന സ്ഥലത്ത് വെച്ച് വുളു വരുത്തി ബിസ്മിയും ചൊല്ലി വലത്തേക്കാല് മുന്നോട്ട് വെച്ച് ബിസ്മിയും സ്വലാത്തും ഒക്കെ ചൊല്ലിയിട്ട് പള്ളിയിലേക്ക് ഒരു കയറ്റം. പള്ളിയിൽ കയറിയാൽ തന്നെ നേരെ പോയി ഇരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന ഒരു മനുഷ്യനാണോ? പള്ളിയിൽ കയറിയിട്ട് അവൻ 2 റക്അത്ത് നിസ്കാരമാണ് ആ പള്ളിക്കുള്ള തഹിയ്യത്തായി നൽകേണ്ടത്. സുബ്ഹാനല്ലാഹ്, ഖുതുബക്ക് വരുന്ന മനുഷ്യൻ പോലും നേരെ പോയി ഖതീബ് ഖുതുബ തുടങ്ങിയില്ലേ എന്ന് കരുതിയിട്ട് ഇരിക്കാൻ പറ്റൂല. 2 റക്അത്ത് തഹിയ്യത്ത് നിസ്കരിച്ചിട്ടവൻ ഇരിക്കണം. ഖതീബ് ഖുതുബ തുടങ്ങിയ ശേഷം വേറെയുള്ള ഫർളും സുന്നത്തും ഒന്നും നിസ്കരിക്കാവതല്ല. അതേ സമയത്ത് തഹിയ്യത്ത് നിസ്കരിച്ചോളണം. തഹിയ്യത്ത് നിസ്കരിക്കാതെ പള്ളിയിൽ വന്നിരുന്ന സുലൈഖുൽ ഗത്ഫാനി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് ഇരുന്ന ശേഷം തങ്ങൾ ചോദിച്ചു, അസല്ലൈത ഖബ്ല അൻ തജ്ലിസ്, ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിസ്കരിച്ചിരുന്നോ? സുലൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല നബിയെ, നിസ്കരിച്ചിട്ടില്ല. ഫർക റകഅത്തൈൻ, 2 റക്അത്ത് നിസ്കരിക്കൂ സുലൈഖേ. സുലൈഖ് റളിയല്ലാഹു അൻഹുവിനെ ഇരുന്ന സുലൈഖ് റളിയല്ലാഹു അൻഹുവിനെ തഹിയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പ്രചോദനം നൽകി എഴുന്നേൽപ്പിച്ചെങ്കിൽ ആ തഹിയ്യത്ത് നിസ്കാരത്തിന്റെ സ്ഥാനവും ബഹുമാനവും ചെറുതല്ല. അതൊരു ചെറുതായി പരിഗണിക്കാൻ ഒരു മുഹിബ്ബിന് കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന ഒരു മനുഷ്യനാണോ? നേരെ പോയി അവൻ പള്ളിയിൽ ഇറങ്ങിയിരിക്കുകയില്ല. ഉമ്മമാരെ, വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ആളാണോ ആണുകൊണ്ട് ബിസ്മില്ലാഹി ചൊല്ലിയിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കും. എപ്പോൾ വീട്ടിലേക്ക് പുറത്തുനിന്ന് കടന്നു വരികയാണെങ്കിലും ബിസ്മില്ലാഹി ചൊല്ലണം. വലത്തേക്കാല് മുന്തിച്ചു വെച്ച് വീട്ടിലേക്ക് പ്രവേശിക്കണം. ബിസ്മില്ലാഹി ഒരു മനുഷ്യൻ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലിയാൽ പിശാച് പൂട്ടിയിട്ട വീടാണെങ്കിൽ അത് തുറന്ന് ബിസ്മിയും ചൊല്ലി കയറുമ്പോ പിശാച് അവന്റെ ആളുകളോട് പറയും, ഓ സുഹൃത്തുക്കളെ, അനുയായികളെ, നമുക്കിവിടെ താമസിക്കാനോ ഭക്ഷണം കഴിക്കാനോ കഴിയുകയില്ല. വീട്ടിലേക്ക് പ്രവേശിച്ചവൻ ബിസ്മില്ലാഹി ചൊല്ലിക്കഴിഞ്ഞു. അള്ളാഹുവിന്റെ മേൽവിലാസത്തിൽ ഈ വീട് തുറന്നു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണത്. അതങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടിക്കലായി കൊണ്ടുവരണം. ഒരു വീട് ഉദ്ഘാടനത്തിന് മാത്രമല്ല ബിസ്മിയുള്ളത്, എല്ലാ ദിവസവും ഉണ്ട് ആ ബിസ്മി. ബിസ്മില്ലാഹി ചൊല്ലിയാൽ ഇവിടെ താമസിക്കാനോ ഭക്ഷണം കഴിക്കാനോ പറ്റില്ലെന്ന് അവൻ പറയും. ബിസ്മില്ലാഹി ചൊല്ലാതെ നേരെ പൂട്ട് ചാവി കൊണ്ട് നേരെ പോയി പൂട്ട് തുറന്നാൽ അവൻ അവന്റെ ആളുകളോട് പറയും, അദ്റക്തുമുൽ മബീത വൽ അശാ, ഇന്ന് ഉറങ്ങാൻ നല്ല കേന്ദ്രം കിട്ടി, ഭക്ഷണം കഴിക്കാൻ നല്ല സ്ഥലവും കിട്ടി, നമുക്ക് ഇന്നിവിടെ കൂടാം. ഈ വീട്ടുകാരനും നമ്മളെ പോലെ ഒരു ശൈത്താനാണ്, മനുഷ്യനാണെന്നേ ഉള്ളൂ. അവന്റെ സ്വഭാവം അങ്ങനെയാണ്. കാരണം അവന് ബിസ്മിയൊന്നുമില്ല. നേരെ അങ്ങോട്ട് കയറി വന്നവൻ തുറന്നതാണ്. ബിസ്മി അല്ലാത്തത് കൊണ്ട് നമുക്കിന്ന് സന്തോഷത്തോടെ ഇവിടെ കൂടാം. ബിസ്മില്ലാഹി ചൊല്ലിയിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കണം. അത് ഇന്നത്തെ വാദിന് മാത്രം പരിഗണനയുള്ളതല്ല. എപ്പോൾ വീട്ടിലേക്ക് പുറത്തുനിന്നൊരാൾ വന്ന് പ്രവേശിക്കുമ്പോഴും ബിസ്മില്ലാഹി ചൊല്ലണം.
5 നേരം വീട്ടിലേക്ക് കടന്നു വന്നിരുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവാണത്. ബിസ്മില്ലാഹി ചൊല്ലിയിട്ടേ വീട്ടിലേക്ക് കയറാറുള്ളൂ. സലാം പറഞ്ഞിട്ടേ വീട്ടിലേക്ക് പ്രവേശിക്കാറുള്ളൂ. ബീബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, സലാം പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തോടെ വന്നു നിന്നൊരു ദിവസം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും അങ്ങനെയല്ലേ പറയാനുള്ളത്. സലാം പറയാതെ വീട്ടിന്റെ ഉമ്മരപ്പടിയിൽ വന്ന് ഗൗരവത്തോടെ നിൽക്കുന്ന ഒരു ദിവസം. ഉമ്മരപ്പടി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മനസ്സിലാവും. ഞാൻ ചില വാക്കുകളൊക്കെ ചോദിക്കേണ്ടത് അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് തിരിയെന്നുള്ള ആ വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ പറയാം അല്ലേ. ആ വീട്ടിലേക്ക് കടക്കുമ്പോൾ ഇപ്പത്തെ പുതിയ വീട്ടിലൊന്നും പടിയില്ല. പഴയ വീടുകൾക്കൊക്കെ ഉമ്മരപ്പടിണ്ടായാൽ ആ കടക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് വാതിലിന്റെ ഫസ്റ്റ് ഭാഗം അവിടെ അങ്ങനെ നിൽക്കുന്നു. ഗൗരവത്തോടെയുള്ളൊരു നൃത്തം. സലാം പറയുന്നില്ല. വീട്ടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു വരുന്നു. സാധാരണ ബിസ്മില്ലാഹി ചൊല്ലിയിട്ട് സലാം പറഞ്ഞ അങ്ങോട്ട് ഉള്ളിലേക്ക് 5 വക്ത് നിസ്കാരം കഴിഞ്ഞാലും അങ്ങനെ 5 വക്ത് നിസ്കാരം കഴിഞ്ഞാലും മദീനത്തെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ അങ്ങനെയാണ്. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോഴും പറയും സലാം. അതാണ് ആ വീടിന്റെ മെയിൻ ബർക്കത്ത്. നമ്മളെ വീടിന്റെ ഒക്കെ ബർക്കത്തിന്റെ കുറവും അതാണ്. എന്തില്ല? സലാമില്ല. സലാം പറയാനൊക്കെ ഉമ്മമാര് പഴയ കാലത്തൊക്കെ പരിശീലിപ്പിക്കലുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഉമ്മമാർക്ക് നേരമില്ലാത്തതുകൊണ്ടായിരുന്നു. എല്ലാവർക്കും ബിസിയാണല്ലോ. മൊബൈൽ വന്നതോടുകൂടി ബിസി കൂടി. പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് ഒരു മോൻ പോകുമ്പോ ഉമ്മ പറയും, മോനെ സലാം പറഞ്ഞു പോടാ എന്ന് പറയും. മോളോട് പറയും, മോളെ ഒന്ന് സലാം പറഞ്ഞു പോ. മദ്രസയിലേക്കാണെങ്കിലും സ്കൂളിലേക്കാണെങ്കിലും ഒക്കെ അങ്ങനെ ഒരു ശീലിപ്പിക്കുന്ന സ്വഭാവം ഉണ്ട്. അത് ഉമ്മമാരത് പ്രാക്ടിക്കലായി കൊണ്ടുവരണം. അതൊരു സുന്നത്താണ് നമ്മളാ പരിശീലിപ്പിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്ത് നമ്മുടെ മക്കളിലൂടെ ഇങ്ങനെ പരിശീലിപ്പിക്കുക. അതങ്ങനെ കൊണ്ടുവരണം. അപ്പോഴാണ് സത്യത്തിൽ നമ്മുടെ കുട്ടികൾക്കും അതിനോട് വലിയൊരു താല്പര്യം ഉണ്ടാകും. സലാം പറയാതെ അങ്ങനെ നിൽക്കുന്നു. ഉമ്മരപ്പടിയിൽ ഗൗരവത്തോടെ ഒരു നൃത്തം. എപ്പോഴുമില്ല അങ്ങനെ ഒരു നൃത്തം നിന്നാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എന്താ ഒന്നും സംസാരിക്കാത്തത്? മാതാ അദ്നബ്തു, ഞാൻ എന്ത് തെറ്റാണ് നബിയെ ചെയ്തത്? എന്തെങ്കിലും പെശക് വന്നെങ്കിൽ അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, അല്ലാഹുവിലേക്ക് ഞാൻ പശ്ചാത്തപിക്കുന്നു. ഇലാ റസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിലേക്കും ഞാൻ തൗബ ചെയ്യുന്നു. നമ്മളിപ്പോ റസൂലുള്ളാഹിനോട് പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞു എന്നുള്ളതാണ് വലിയ പ്രശ്നം അല്ലേ? അല്ലേ വലിയ പ്രശ്നം? നിങ്ങൾ പ്രശ്നമൊന്നും അറിയില്ല. ലോകത്ത് ആളുകൾ പൊതുവെ വലിയ പ്രശ്നമായി പറയുന്നത് നമ്മളെ മങ്കൂസ് മൗലിദിലെ നമ്മളാ ഒരു സ്പെഷ്യൽ വരിയാണ്. ഏത് വരി? അലൽ ഖത്താ غير حسين وعداد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. ഓ നബിയേ, ഞാൻ ഒരുപാട് കയ്യും കണക്കുമില്ലാത്ത പാപങ്ങൾ ചെയ്തു. ഇർതകബതു അലൽ ഖതാ, കുറ്റങ്ങൾ ധാരാളം ചെയ്തു. ഗൈറ ഹസിരിൻ വഅദദ്, കയ്യും കണക്കുമില്ലാതെ എത്രയോ തെറ്റുകുറ്റങ്ങൾ ചെയ്തു. ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, ആ തെറ്റുകുറ്റങ്ങളിൽ തങ്ങളോട് ഞാൻ പരാതിപ്പെടുന്നു നബിയേ, നബിമാരിൽ ഏറ്റവും ഉത്തമരായ നേതാവേ. ഈ ഒരു
വരി ചൊല്ലുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ടാണ് പലർക്കും, ഈമാൻ കുറവുള്ളവർക്ക്. അതേ സമയത്ത് സഹോദരങ്ങളെ, മുത്തുനബി തങ്ങളോട് മാപ്പപേക്ഷിക്കുന്നു എന്നുള്ളത് ഒരു മോശപ്പെട്ട കാര്യമായിട്ടോ ദീനിന്റെ വിലക്കായിട്ടോ കാണേണ്ടതില്ല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കണ്ടില്ലേ ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തത്? വാതിൽക്കൽ വന്ന് ഒന്നും സംസാരിക്കാതെ നിൽക്കുന്ന മുത്തുനബിയോട് ആയിഷ ബീവിയുടെ ആവലാതി, എന്തെങ്കിലും തെറ്റ് ഞാൻ ചെയ്തെങ്കിൽ അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി, അല്ലാഹുവിലേക്ക് ഞാൻ പശ്ചാത്തപിക്കുന്നു, വ ഇലാ റസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിലേക്കും ഞാൻ തൗബ ചെയ്യുന്നു, പശ്ചാത്തപിക്കുന്നു. ആരിലേക്ക് തൗബ? അല്ലാഹുവിലേക്ക് തൗബ. വ ഇലാ റസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിലേക്ക് തൗബ. അപ്പോഴേക്ക് നബി തങ്ങൾ പറഞ്ഞോ, അങ്ങനെ വരാൻ പാടില്ല, തിരുത്തണം എന്ന് പറഞ്ഞോ? ഇല്ലല്ലല്ല. അതൂബു ഇലല്ലാഹി വ ഇലാ റസൂലിഹി എന്ന് കേട്ട ശേഷം ചോദിച്ചു ആയിഷ, ഈ വിരി ആരാണ് ഇവിടെ തൂക്കിയത്? ആയിഷ, ജീവനുള്ള ജീവിയുടെ ചിത്രങ്ങൾ കൊത്തിപ്പതിപ്പിച്ച ഈ വിരിയുണ്ടല്ലോ, കാണാൻ നല്ല അഴകുണ്ട്. ചുമരിന്റെ ഒരു ഭാഗത്തൊരു വിരി ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ആ വിരിയില് സഹോദരങ്ങളെ നൂലുകൊണ്ട് ജീവനുള്ള ജീവിയുടെ ചിത്രം തുന്നിപ്പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, കുട്ടികളോടും ഉപ്പമാരോടും ഒക്കെ പറയട്ടെ, ജീവനുള്ള രീതിയിലുള്ള ചിത്രങ്ങൾ തുന്നിപ്പിടിപ്പിച്ച് ഒട്ടിപ്പിടിപ്പിച്ച് വെച്ച ടീഷർട്ടുകൾ, ബനിയനുകൾ, തുണികൾ, വസ്ത്രങ്ങൾ ധരിക്കരുത്. നമുക്ക് വാങ്ങാൻ പറ്റിയതല്ല അത്. നിങ്ങൾ അതിന് ജീവട്ട് കൊടുക്കോ? മറക്കാൻ തന്നെ പറ്റൂല. ഇപ്പൊ വരൊക്കെ കയ്യും കണക്കില്ലാതെ അതിൽ വിട്ടു പോയിക്കണം. പറയണ്ടേ? ഞാൻ പറയട്ടോ. എനിക്കതിൽ പണ്ടും പേടില്ല, എപ്പോഴും പേടില്ല. നല്ലോണം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ അവിടെ പരലോകത്ത് ആധുനിക യുഗമായിരുന്നു എന്നൊന്നും കാര്യം ഉണ്ടാവില്ല. ഇപ്പൊ ചില ആൾക്കാർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് നിസ്കരിക്കാൻ കഴിയാതെ വരികയാണ്. ഉമ്മമാര് ശ്രദ്ധിക്കണം, കുട്ടികളെ ഡ്രസ്സ് വാങ്ങുമ്പോ മാന്റെ ഫോട്ടോ ഉള്ളത്, കിളിയുടെ ഫോട്ടോ ഉള്ളത്, പിന്നെന്താ തത്തന്റെ ഫോട്ടോ ഉള്ളത്, പിന്നെ ഒരു കളിക്കാരന്റെ തല, വേറെ കളിക്കാരന്റെ ഓടല്, വേറെ കളിക്കാരന്റെ മോന്ത, പിന്നെന്തൊക്കെയാണ് ഉസ്താദേ? ഇതൊന്നും ഞമ്മക്ക് ചേർന്നതല്ല, മുസ്ലിങ്ങൾക്ക് ചേർന്നതല്ല. നമ്മളെ സംസ്കാരം നശിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒന്ന് വിപണിയിൽ ഇറക്കിയെങ്കിൽ അവിടെ കിടന്നോട്ടെ, കെട്ടിക്കിടന്നോട്ടെ. ഒരൊറ്റൊന്നും വാങ്ങാൻ പാടില്ല. കൊണ്ടുവന്ന ആള് അതേ കിട്ടന്നെ അങ്ങനെ തന്നെ മടക്കി കൊണ്ടുപോകണം. ഒരു ടീഷർട്ട് പോലും വാങ്ങാൻ പാടില്ല. അങ്ങനത്തെ ഉള്ളിലിടുന്ന ബനിയൻ പോലും വാങ്ങാൻ പാടില്ല. ഇപ്പൊ അങ്ങനത്തെ ചെറിയ ചിത്രങ്ങള് പർദ്ദന്റെ മുകളിലും അതുപോലെ തന്നെ തട്ടത്തിന്റെ അവിടെയും പിന്നെ എന്താണ് ഹിജാബിന്റെ അവിടെയും എല്ലായിടത്തും ആയിപ്പോ. അപ്പൊ അതിനൊന്നും ലിമിറ്റ് ഇല്ലാതെ അങ്ങനെ പോവാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഈ ചുമര് മറച്ചിരിക്കുന്നത് ഉമ്മമാരെ നമ്മളെ പുര പോലത്തെ ഒരു ചുമരല്ല ആയിഷ ബീവിന്റെ ചുമര്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ ചുമര് അത് കളിമണ്ണും കല്ലും കൊണ്ട് ഒട്ടിച്ചു വെച്ചതാണ്. സിമന്റ് തേച്ചിട്ടില്ല, കുമ്മായം തേച്ചിട്ടില്ല, പെയിന്റ് അടിച്ചിട്ടില്ല. ഹബീബരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ ചുമര് സാദാ കളിമണ്ണും കല്ലും കൊണ്ട് ഒട്ടിച്ചു വെച്ച ഒരു ചുമരാണ്. അതിന്റെ മേൽക്കൂരയുള്ളത് ഈത്തപ്പന മട്ടിൽ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ ഓലകളാണ്. ഓടല്ല, ടെറസല്ല, വാർപ്പല്ല. ഈ ചുമരിന്റെ ഈ തേക്കാത്ത ഭാഗങ്ങളൊക്കെ ഒരു മറ കിട്ടാൻ വേണ്ടി ഒരു വിരി ഇങ്ങനെ വിരിച്ചതാണ്. ആരോ ഒരു വിരി അവിടെ ഹദിയായി കൊടുത്തതാണ്. പള്ളിന്ന് വരുമ്പോഴേക്ക് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചുമരൊന്ന് മറിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ട് അവള് വിരിച്ചതാണ്.
കാരണം ലോകത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്ന് വലിയ വലിയ രാജാക്കന്മാരുടെ പ്രതിനിധികൾ വരുന്ന വീടാണ് മദീനത്തെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ താമസിക്കുന്ന വീട്. ആ കൊച്ചു വീട്ടിലേക്ക് എവിടുന്നെല്ലാം ആളുകൾ വരും. അപ്പൊ ഈ തേക്കാത്ത ചുമര് കാണണ്ടാന്ന് കരുതിയിട്ട് നബിയെ ഞാൻ തന്നെയാണ് അവിടെ മറച്ചത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ ഇന്ന അസ്ഹാബ ഹാദിഹി സുവരി യുഅദ്ദബൂന യൗമൽ ഖിയാമ. ഈ ചിത്രങ്ങൾ കൊത്തിവെച്ച ആളുകളുണ്ടല്ലോ ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടും. ആയിഷ യുഖാലു ലഹും, അവരോട് പറയപ്പെടും, അഹ്യൂമാ ഖലഖ്തും, നിങ്ങൾ പടച്ചതിന് നിങ്ങൾ ജീവൻ കൊടുക്കൂ. ജീവനുള്ള ജീവിയെ വരക്കുന്നതും എഴുതിപ്പിടിപ്പിക്കുന്നതും ചിത്രീകരിക്കുന്നതും നന്നായി ശ്രദ്ധിക്കണം. വീടുകളിൽ സഹോദരങ്ങളെ അത്തരത്തിലുള്ള ചിത്രങ്ങൾ പ്രദർശനത്തിന് വെക്കാൻ പാടില്ല. റഹ്മത്തിന്റെ മലക്കുകൾ വരൂല. ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി സൂറത്തുൻ ഔ കൽബുൻ. നാളെ കയറി താമസിക്കുന്ന വീട്ടില് പുറത്ത് കാവലിന് നായുള്ള വീടിനെ പറ്റിയല്ല പറഞ്ഞത്. അത് കാവലിന് വേണ്ടി നിങ്ങൾ പോറ്റിക്കോളി, കുഴപ്പമൊന്നുമില്ലാതെ ജായിസാണ്. വീടിന്റെ പുറത്തൊരു കൂട് വെച്ചിട്ട് കാവലിന് നായനെ പോറ്റുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്, തെറ്റൊന്നുമില്ല. പക്ഷേ അതേ നായനെ മടിയിലിരുത്ത് കളിക്കുമ്പോ ശ്രദ്ധിക്കണം, അത് നജസായ സാധനമാണ്. അവിടെയും ഇവിടെയും തൊടുമ്പോൾ ആ ശരീരവും ആ വസ്ത്രവും ഒക്കെ നന്നായി ശ്രദ്ധിക്കണം. പാലിക്കേണ്ട അകലം പാലിച്ച് കൊടുക്കേണ്ട ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് ആവശ്യത്തിന് പോറ്റി വളർത്തൽ അനുവദനീയമായ ഒരു ജീവിയാണത്. നായനെ പുറത്ത് കണ്ടാലും നായനെ അവമതിക്കാനോ, നായനെ പറ്റ ചീത്ത പറയാനോ, നായനെ എരപ്പാകുന്ന രൂപത്തിൽ സംസാരിക്കാനോ, നായനെ പറ്റ തരം താഴ്ത്താനോ പാടില്ല. അത് അള്ളാഹുവിന്റെ ഒരു മഖ്ലൂഖാണ്, അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. നായന്റെ കൂട്ടത്തിൽ ഒരു മെമ്പർ സ്വർഗത്തിലാണ്. എല്ലാ വെള്ളിയാഴ്ചയും മോദാറിലെ വകൽബുഹും വാസിതുൻ ദിറാഇഹി ബിൽ വസീദ്. അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ പോയ ഖിത്മീർ എന്ന നായ ഒരു മെമ്പർ സ്വർഗത്തിലാണ് എന്ന് ഉറപ്പാണ്. നമ്മളെ കാര്യം നമ്മൾ ചിന്തിക്കണം. യാ നായയെ നമ്മൾ പറ്റ തഴയാൻ പാടില്ല. പക്ഷേ വീട്ടിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് പാർപ്പിക്കുമ്പോ റഹ്മത്തിന്റെ മലക്കുകൾ അവിടേക്ക് വരൂല. അതേ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഫീഹി സൂറത്തുൻ, ജീവനുള്ള ജീവിയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് പാടില്ല. നിന്റെ ഉപ്പയുടെ ചിത്രമാണെങ്കിലും, ഉമ്മാന്റെ ഫോട്ടോ ആണെങ്കിലും, ഉമ്മാമാന്റെ ഫോട്ടോ ആണെങ്കിലും അത് നീ എവിടെയെങ്കിലും സ്വകാര്യതയിൽ എടുത്ത് കാത്തു സൂക്ഷിച്ചു വെക്കണം. ചുമരുകളിൽ അത് പ്രദർശനത്തിന് വെക്കാൻ പറ്റൂല. പ്രദർശനത്തിന് വെക്കരുത്. വീടിന്റെ ചുമരുകളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. ഈ വിരിയിൽ ഇങ്ങനെ തൂക്കിയ വിരിയില് ജീവനുള്ള ജീവിയുടെ ചിത്രം നൂലുകൊണ്ട് ഇങ്ങനെ തുന്നി പിടിപ്പിക്കുന്ന ഒരു ശൈലിയില്ലേ, എംബ്രോയിഡറിംഗ് എന്ന് പറയുന്നത്. അത് ഇന്നല്ല, അത് അന്നുകൊണ്ട് തുന്നി പിടിപ്പിക്കുന്ന ആ ശൈലി. അതുള്ള നല്ല ഭംഗിയുള്ള ഒരു വിരിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിരിച്ചിരിക്കുന്നത്. ഈ വിരി വിരിച്ച കാരണം കൊണ്ടാണ് ഗൗരവത്തോടെ ആ വാതിൽപ്പടിക്കൽ നിൽക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് കേട്ട ഉടനെ തന്നെ പിടിച്ച് വലിച്ച് താഴോട്ടിട്ടു. വിരിയൊക്കെ മാറ്റി. പിന്നത് വന്ന് കയറുന്ന നേരത്ത് കാല് തുടക്കുന്ന ഭാഗത്ത് കാല് വരുതാൻ വേണ്ടി ഇടുന്ന ഒരു തുണിക്കഷ്ണായി മാറി. ബഹുമാനിക്കുന്ന ഒരു തരത്തിലും പിന്നെ അതിനെ വെച്ചിട്ടില്ല. അപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് സമാധാനമായത്. ഞാൻ എന്തിനത് പറഞ്ഞെന്നറിയാം? എന്നും സലാം ചൊല്ലി വീട്ടിലേക്ക് വരുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒന്നാണ് സലാം. വീട്ടിലേക്ക് കയറുമ്പോ അധികരിപ്പിക്കണം, എന്നാ വീട്ടിൽ ബർക്കത്ത് അധികരിക്കും. നമ്മളിങ്ങനെ പല സ്ഥലത്തും ഉമ്മമാരോടൊക്കെ ഞാൻ പറയട്ടെ, ഒരൊറ്റ സ്ഥലത്തും പോയാണ്ട് വെറുതെ രാവും പകലും ചെലവഴിച്ച് ആയുസ് കളയരുത്.
ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുത്ത് എഴുതുന്ന ആൾക്കാരുണ്ടാവും. 4ഉം 5ഉം കൂട്ടിയാൽ 9 കിട്ടും, 9ഉം 8ഉം കൂട്ടിയാൽ ഇങ്ങനെ ഓരോ കണക്ക് കൂട്ടിയിട്ട് നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വസ്വാസാക്കണ ഏതെങ്കിലും രൂപത്തിൽ പോയിട്ട് ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു ഇടങ്ങേറ് പറഞ്ഞെന്നാ പിന്നെ അതിന്റെ പിന്നാലെ ഏതെങ്കിലും ഒരു അയൽവാസിന്റെ ഒരു പേര് പറഞ്ഞാൽ മതി, പിന്നെ ജീവിതത്തിൽ മരിക്കണ വരെ ഇയാളെ മനസ്സിൽ ഡൗട്ടാണ്. ആ ഉസ്താദ് ആ അയൽവാസിന്റെ പേര് പറഞ്ഞല്ല, അയാൾ കാര്യമായിട്ട് എനിക്ക് എന്തോ ചെയ്തിട്ടുണ്ട്, ഉറപ്പാ, അല്ലെ ഞാൻ ഇങ്ങനെ ആകൂല. കണ്ടില്ലേ, ഇങ്ങനെ ഒന്നും തൊലയാനും വലയാനും നിൽക്കണ്ട. ഒന്ന് സലാം പറയല് പതിവാക്ക്. വീട്ടിലേക്ക് കയറുമ്പോ 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഖിദ്മത്തെടുത്ത മഹാനാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവോട് തങ്ങൾ പറഞ്ഞു, അനസേ, നിങ്ങളെ വീട്ടിൽ നല്ല ബർക്കത്തുണ്ടാകും, വീട്ടിലേക്ക് കയറുമ്പോഴൊക്കെ സലാം പതിവാക്കണം, എന്നാൽ വീട്ടിൽ ബർക്കത്ത് അധികരിക്കും. നമ്മളത് പതിവാക്കണം. ആ ഒരു പതിവ് വിട്ടുപോയി നമ്മളെ വീട്ടിലെ ബർക്കത്തൊക്കെ കുറഞ്ഞുപോയി. കിട്ടുന്ന തികയുന്നില്ല എന്ന് മാത്രല്ല, ജീവിതത്തിൽ തന്നെ മനസ്സമാധാനം കിട്ടുന്നില്ല. ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ ത്വയ്യിബ. വീട്ടിലേക്ക് ഒരാൾ വന്ന് കയറുമ്പോ വീട്ടിൽ ആരുമില്ല, ഇയാൾ മാത്രമേ ഉള്ളൂ, ചാവി കൊണ്ട് ഇയാളെ തുറന്ന് ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഉമ്മയും ബാക്കിയുള്ളതൊന്നും എത്തിയിട്ടില്ല, അവരൊക്കെ ഒരു പരിപാടിക്കോ ഇറക്കെ പതുക്കെ എത്തുന്നേ ഉള്ളൂ, ഇയാൾ ആദ്യം എത്തിയതാ. ആരുമില്ല, ഒറ്റക്കാണോ, എന്നാലും വേണം സലാം. നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിച്ചു, ആരും വീട്ടിലില്ല, ഫസല്ലിമു അലാ അൻഫുസികും തഹിയ്യതൻ മിൻ ഇൻദില്ലാഹ്. നിങ്ങൾ സ്വന്തം ശരീരത്തിനൊരു സലാം പറയണം. അതെങ്ങനെ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അതും ബറക്കത്തിന്റെ സലാമാണ് എന്നല്ലേ ഖുർആൻ പറയുന്നത്. തഹിയ്യതൻ മിൻ ഇൻദില്ലാഹ് മുബാറകതൻ ത്വയ്യിബാ. വലിയ ബറക്കത്ത് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു ബറക്കത്തും വലിയ വിശുദ്ധിയും കിട്ടാൻ ആ ഒരു അഭിവാദ്യം കാരണമാണ്. ഇത് നമ്മുടെ ഒരു ശീലമാകണം. വീട്ടിലേക്ക് അങ്ങനെ സലാം പറഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്നത് ഒരു സ്വഭാവമായി മാറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാഅാണത്, സ്വഹാബിമാരൊക്കെ പാലിച്ചതാണത്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ബിസ്മി ചൊല്ലുക എന്നുള്ളൊരു പതിവ് കൂട്ടത്തിലുള്ള ആളുകൾക്കൊക്കെ പതിവാക്കുന്നത് കണ്ടില്ലേ നിങ്ങള്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ശൈലിയാണ്. എല്ലാ മക്കളും ഭക്ഷണം കഴിച്ചിട്ട് ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കഴിക്കുക. അത് കുട്ടിക്കാലം മുതൽക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശീലമാക്കി പോന്നൊരു പതിവാണ്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ തങ്ങളെ ശീലമാണ്. ബിസ്മില്ലാഹി ചൊല്ലിയിട്ടാണ് അവിടുന്ന് ഭക്ഷണം കഴിക്കാറുള്ളത്. അബൂ ത്വാലിബ് പറഞ്ഞില്ലേ, ഞാൻ പോലും ബിസ്മില്ലാഹി പകർത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. 8ാമത്തെ വയസ്സ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണം നൽകിയ അവിടുത്തെ മൂത്താപ്പയാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് പറഞ്ഞു, അറേബ്യയിൽ ഒരു കുട്ടികളും ബിസ്മി ചൊല്ലാത്ത കാലത്തും എന്റെ സഹോദരന്റെ മകൻ ബിസ്മില്ലാഹിൽ വാഹിദ് ചൊല്ലുന്നത് ഞാൻ നന്നായി കേട്ടിരിക്കുന്നു. ബിസ്മില്ലാഹിൽ വാഹിദ് ചൊല്ലും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹിൽ വാഹിദും ചൊല്ലും. അത് കുട്ടിക്കാലം മുതൽക്ക് തന്നെ പതിവാണ്. ഇത്തിബാഅ് നമ്മൾ വിട്ടേക്കരുത്. അവിടെ മാത്രമല്ല, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലും ആ ഇത്തിബാഅ് കഴിവിന്റെ പരമാവധി സ്വീകരിക്കണം. എത്രത്തോളം അത് ശ്രദ്ധിക്കുന്നുണ്ടോ അത്രത്തോളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ കണക്ക്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാഅ് ജീവിതത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ, എത്രത്തോളം ഒരാൾ അത് പരിഗണിച്ച് മുന്നോട്ട് നീങ്ങുന്നുണ്ടോ അത്രത്തോളം അയാൾക്ക് മഹബ്ബത്തുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, മഹാന്മാരായ പണ്ഡിതന്മാർ ഏറ്റവും അധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ ഓരോ വിഷയത്തിലും ഇത്തിബാഅ് ചെയ്യാൻ വേണ്ടി അവര് നന്നായി ശ്രമിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കാൻ അതേ
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടം വെക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാ ആണല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശരിയായ നിലക്കുള്ള ഇത്തിബാ ഉണ്ടാകുമ്പോഴേ ശരിയായ നിലക്കുള്ള മഹബ്ബത്ത് പൂർണ്ണമായി കിട്ടുകയുള്ളൂ. അങ്ങനെ ശരിയായ നിലക്കുള്ള മഹബ്ബത്ത് ഇത്തിബായിലായിട്ടുള്ള മഹബ്ബത്ത് ഉണ്ടായി കിട്ടിയാൽ സുബ്ഹാനല്ലാഹ്, സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു അലാമത്തു ഹബ്ബില്ലാഹ്, അല്ലാഹു തആലാനെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ വലിയൊരു അടയാളമാണ് ഹുബ്ബുൽ ഖുർആൻ, ഖുർആനിനെ പ്രിയം വെക്കുക, ഇഷ്ടം വെക്കുക. എല്ലാ ദിവസവും ഖുർആനുമായിട്ടുള്ള ബന്ധം അത് വിടരുത്. റമളാൻ മാസത്തിൽ മാത്രം ഖുർആൻ ഓതുന്ന ആൾക്കാരായ പോരാ, ആരെങ്കിലും മരിച്ചാൽ മാത്രം ഖുർആൻ എടുത്ത് ഓതുന്ന ആൾക്കാരായ പോരാ, എല്ലാ ദിവസവും. അതുകൊണ്ടാണ് ഉമ്മമാരോട് പെണ്ണുങ്ങളോട് അവർക്ക് എല്ലാ ദിവസവും ഖുർആന് ഓതാനും തൊടാനും കഴിയാത്തത് കൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബന്ധം അവരും നിർത്തരുത്, മറ്റൊരാൾ മറിച്ചു വെച്ച ഖുർആനിലേക്ക് അവർ നോക്കണം. എത്ര നോക്കണം? തൊടാനും ഓതാനും പറ്റിയ സമയത്ത് എത്ര സമയമാണോ നോക്കാറുള്ളത് അത്രയും സമയം നോക്കണം. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു ഉമ്മ ആർത്തവകാരിയാണ്. ആർത്തവകാരിയായ ആ ഉമ്മക്ക് ഖുർആൻ ഓതാൻ പാടില്ല. ആർത്തവകാരിയായ പെണ്ണിനെ ഖുർആൻ തൊടാൻ പാടില്ല, ഓതാൻ പാടില്ല. പക്ഷെ നോക്കാൻ പറ്റുമല്ലോ, നോക്കാൻ പറ്റും. കൈകൊണ്ട്, സ്വന്തം കൈകൊണ്ട് എടുത്ത് മറിക്കാൻ പറ്റൂല. കുട്ടികൾ മറിച്ചു വെച്ച ഖുർആനില്ലേ അവർ ഓതാൻ വേണ്ടി, ഭർത്താവ് മറിച്ചു വെച്ച ഖുർആനില്ലേ ആ ഖുർആനിലേക്ക് നോക്കണം. എന്നിട്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരെ ഖൽബിലൂടെ ഖുർആൻ നടത്തണം. നാവ് കൊണ്ട് മൊഴിയരുത്, മനസ്സിൽ ഖുർആൻ അങ്ങനെ നടത്തണം. മനസ്സുകൊണ്ട് ഒരു ഓത്ത് എന്ന് പറഞ്ഞ ഓത്തില്ലേ, ആ ഓത്ത് മനസ്സുകൊണ്ട് അങ്ങനെ ഓതണം. ഇപ്പൊ നിങ്ങൾ നോക്ക്, മുമ്പത്തെ പോലല്ല, എന്തൊരു സൗകര്യമാണ്. മൊബൈലും സംവിധാനങ്ങളും വന്നതുകൊണ്ട് ഖുർആൻ കേൾക്കാമല്ലോ. അവനവന്റെ വിരലുപയോഗിച്ച് ബട്ടണമർത്തിയിട്ട് ഖുർആൻ ഓത്ത് കേൾക്കാമല്ലോ. ഓതുന്ന കാരിന്റെ ഒരു ബട്ടണമർത്തിയാൽ മതി, ഖുർആൻ ഓത്ത് കേൾക്കാമല്ലോ. അതേ, നിഫാസിലായി കഴിയുന്ന 40 ദിവസമോ മറ്റോ ലീവായി കഴിയുന്ന ഒരു പെണ്ണ് ഒരു തുണ്ടും ഖുർആൻ ഓതാതിരിക്കുമ്പോൾ സഹോദരന്മാരെ, ജീവിതത്തിലേക്ക്, കുട്ടിയിലേക്ക് ഒരുപാട് വൈകല്യങ്ങൾ വരില്ലേ? വരാതിരിക്കാൻ ഖുർആൻ കേൾക്കണം, അതാണ് നല്ലത്. ഖുർആന് കേൾക്കാൻ ആ പെണ്ണിന് കഴിയൂലേ? കഴിയും. സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഖുർആന് കേൾക്കണം. അരജുസ് ആണെങ്കിൽ അരജുസ് വീതം ഒരു ദിവസം കേൾക്കണം. പതിവായി ഓതുന്ന സൂറത്തുകളൊക്കെ രാത്രി കേൾക്കണം. ഓതാൻ പറ്റില്ലല്ലോ, ഓതാനുള്ള ശുദ്ധിയില്ല. മനസ്സുകൊണ്ട് ആ ഓതുമ്പോ മനസ്സുകൊണ്ട് ഇങ്ങനെ ഓതുക, അത് വല്ലാത്തൊരു മഹബ്ബത്താണ്. അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നു എന്നതിന്റെ ഒരു അടയാളമാണ് ഖുർആനിനോടുള്ള മഹബ്ബത്ത്. വഅലാമത്തു ഹുബ്ബിൽ ഖുർആൻ, ഖുർആനിനോട് ഇഷ്ടമുണ്ട് എന്നതിന്റെ അടയാളം ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്താണ്. വഅലാമത്തു ഹുബ്ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുബ്ബുസ് സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ അടയാളം സുന്നത്തിനെ ഇഷ്ടം വെക്കലാണ്. സുന്നത്തിനെ ഇഷ്ടം വെക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് മഹബ്ബത്തുണ്ട് എന്നതിന്റെ വലിയ തെളിവാണ്. അവിടുത്തെ സുന്നത്തിനെ ഇഷ്ടം വെക്കുക. സ്വഹാബിമാര് സാധാരണ പ്രവൃത്തിയിൽ വരെ അത് തിരഞ്ഞെടുത്തില്ലേ? നടത്തത്തിലും ഇരുത്തത്തിലും മാത്രമല്ലല്ലോ സഹോദരങ്ങളെ, ഭക്ഷണത്തിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് അവർ തിരഞ്ഞെടുത്തു. അതേ രൂപത്തിൽ തന്നെ
ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ അവർക്ക് കിട്ടിയാൽ അവരവിടെ അന്വേഷിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എത്ര നേരം വിശ്രമിച്ചു, എങ്ങനെ വിശ്രമിച്ചു? അതിനാണല്ലോ അവർ പ്രാമുഖ്യം കൽപ്പിക്കാറുള്ളത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താല്പര്യത്തോട് യോജിക്കുക എന്നത് ആ മഹബ്ബത്തിന്റെ വലിയ അടയാളമാണ്. തങ്ങൾക്കത് ആഗ്രഹമാണോ ഇഷ്ടമാണോ? നമുക്കും അത് ഇഷ്ടമാണ്, താല്പര്യമാണ്, ആഗ്രഹമാണ്. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം കഴിക്കുമ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മുന്നിൽ വെച്ച പാത്രത്തിൽ നിന്ന് ഒരു കൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇടക്കിടക്ക് മഹാനവറുകൾ അങ്ങനെ തെരഞ്ഞുകൊണ്ട് ചില കഷ്ണങ്ങളൊക്കെ കോരിയിട്ട് മുന്നിലേക്ക് പാത്രത്തിലേക്ക് ഇടുമ്പോ ഇപ്പുറത്തുനിന്ന് ഒരാൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെ തപ്പിത്തെറിയുന്നത്? അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ഒന്ന് ഇവിടെ വിഭവമാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ അത് തെരഞ്ഞെടുക്കുകയാണ്. ഇതിൽ കുറെ മാംസ കഷ്ണങ്ങൾ കാണുന്നുണ്ട്, അതല്ല ഞാൻ തെരഞ്ഞെടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ഒരു പച്ചക്കറിയുണ്ട് ഇതില്, ചുരങ്ങ. അതിന്റെ ചില കഷ്ണങ്ങൾ ഞാൻ കാണുന്നുണ്ട്. കണ്ടപ്പോ എന്റെ മനസ്സിലേക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനാണല്ലോ, അത് ഞാൻ ഇങ്ങനെ ഓരോന്നും തപ്പി തെരഞ്ഞെടുക്കുകയാണ്. അവിടുത്തെ ശഹ്വത്തിനോട്, ആഗ്രഹത്തോട് യോജിക്കുക എന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താല്പര്യത്തോട് യോജിക്കുക എന്നത്, അത് ആ മഹബ്ബത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇഷ്ടല്ലേ? എന്നാ ഞമ്മക്കും അത് ഇഷ്ടല്ലാത്തതാണ്. പക്ഷെ നമ്മൾ ആൾക്കാർക്ക്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും, ഞാൻ പറയുന്നോണ്ട് നിങ്ങളൊന്നും കരുതരുത്. ഇനി കരുതിയെങ്കിലും എനിക്ക് കാര്യമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മളാൾക്കാർക്ക് വലിയ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്, വിധങ്ങൾക്ക് ഇഷ്ടമല്ല ഉള്ളി, പച്ച ഉള്ളിപ്പാത്രം. എവിടുക്കാ പോണ് നോക്കും, ബിരിയാണി അങ്ങോട്ട് പാത്രത്തിലേക്ക് ഇട്ട, നെയ്ച്ചോറൊക്കെ ഇട്ടാൽ പിന്നെ ഉള്ളിപ്പാത്രത്തിലേക്കുള്ള നോട്ടവും അത് നോക്കിയിട്ട് അത് വാരി വെക്കും. വിഭവങ്ങളിൽ വരെ ഇപ്പൊ നമ്മളെ വീട്ടില് പഴയ കാലത്തൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഉമ്മമാര് പച്ച ഉള്ളി ഇങ്ങനെ കഷ്ണമായിട്ട് മുറിച്ചിട്ട്. ഞാൻ ഇവിടെ വന്നപ്പോ ഭക്ഷണം കഴിച്ചപ്പോ അത് കിട്ടിയോണ്ട് എന്റെ പരാതി പറയാൻ നിൽക്കുന്നുണ്ട്. ഇവിടെ വന്നപ്പോ നല്ല ഭക്ഷണം, നല്ല റാഹത്തുള്ള ഭക്ഷണം. അല്ലാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കും. എന്താണ് അവർക്ക് അസ്സലാം? അല്ലാഹു തആല അവർക്ക് ഖൈർ കൊടുക്കട്ടെ, ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. അവർക്ക് ബർക്കത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഒന്ന് ആമീൻ പറഞ്ഞോളി, അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പൊ സഹോദരങ്ങളെ, ഉള്ളി ഇങ്ങനെ പച്ച ഉള്ളി ഇങ്ങനെ വരിയായി ഒട്ടിയിട്ടിരിക്കും. പച്ച ഉള്ളി അത് നബിതങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളെന്തിനാ കൂടുതൽ ഇഷ്ടപ്പെടുന്നു? ബിരിയാണി ഉണ്ടാക്കി അപ്പൊ കുറെ ആൾക്കാർ ചോദിക്കും, അപ്പോൾ തന്നെ ചോദ്യം തുടങ്ങും. ബിരിയാണി ഇങ്ങനെ വെന്ത് വരുന്നേ ഉണ്ടാവുള്ളൂ, അപ്പൊ ചോദിക്കും, ഇത് വേണ്ടേ? ഉള്ളി വേണ്ടേ എന്നൊരു ചോദ്യം. അപ്പൊ നേരെ അപ്പുറത്ത് പറഞ്ഞാൽ മതി, വേണ്ട ഉള്ളി വേണ്ട, പകരം ചമ്മന്തി. വേവിച്ച ഉള്ളിക്ക് നബിതങ്ങൾക്ക് പ്രശ്നമല്ല, പച്ച ഉള്ളി തങ്ങൾക്ക് ഇഷ്ടമല്ല. നമ്മൾ കഴിക്കുന്നത് ഹറാമാണ് എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഈ നാളെ മുതൽ അങ്ങനെ അടിക്കുറിപ്പ് ചെയ്ത് നടക്കണ്ട. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമുക്കത് ഇഷ്ടമില്ലാതായി മാറാണ് വേണ്ടത്. അതാണ് സത്യത്തിൽ മഹബ്ബത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞത്. അതിനോട് ഇഷ്ടപ്പെടാതിരിക്കുക. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെത്തിയിട്ട് ആദ്യം താമസിച്ച വീടാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തളികയിൽ കൊണ്ടുവന്ന് കൊടുത്ത് ആ ഭക്ഷണപാത്രം തിരിച്ചങ്ങോട്ട് അടുക്കള ഭാഗത്തേക്ക് എത്തിയാൽ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവും ഭാര്യയും അടിമസ്ത്രീയും 3 പേരും ആ പാത്രത്തിന്റെ ചുറ്റും വന്നു നിൽക്കും. ആദ്യം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു കൈയിട്ടെടുക്കും. എവിടുന്നാ കൈയിട്ടെടുക്കാന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പതിഞ്ഞ ഭാഗം എവിടെയെന്ന് നോക്കിയിട്ട് കൈയിട്ടെടുക്കും. നമ്മളെ ഇപ്പത്തെ കാലത്തല്ലേ സഹോദരങ്ങളെ
കയ്യിന് പകരം കയ്യിലും കരണ്ടിയും കോരിയും കോരിമൽ കോരിയൊക്കെ വന്നത്. പഴയ കാലത്ത് അങ്ങനെ കോരിയൊന്നുമില്ല. പഴയ കാലത്ത് ചോറ്റിൽ കോരിണ്ടല്ലോ ഇല്ല, കൈ കൊണ്ട് ഇങ്ങനെ വാരി പിടിച്ചില്ല. നമ്മളെ ആൾക്കാർക്ക് എന്തെന്നാ പറയണ്ടേ, ഡീസന്റ് കൂടിയെന്നോ? എന്ത് ഡീസന്റാന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒരാളും അയാളെ ഉസ്താദും അല്ല, ഒരു മകനും ബാപ്പയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ ബാപ്പ കൈകൊണ്ട് ഇങ്ങനെ ചോറ്റും പാത്രത്തിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് എടുത്തു കുട്ടികൾ. ആധുനിക യുഗത്തിലുള്ള മോഡൽ അനുസരിച്ച് മകൻ എണീറ്റ് പോയിട്ട് ഉമ്മാനോട്, ഉമ്മ ഇവിടെ വേറെ ചോറുണ്ടെങ്കിൽ കുറച്ച് പാത്രത്തിൽ തരും. എന്തിനതിന്റെ ആവശ്യം? എന്താ ഈ ബാപ്പ ഇടുന്ന വരുന്ന ഈ കയ്യിനെന്താ ഉപ്പ കൈയല്ലേ? നമ്മളെ ആളുകൾക്ക് കൂടുതൽ ഒരു 30-35 അല്ലെങ്കിൽ 30ന്റെ ശേഷമുള്ള കാലത്ത് മറ്റു പല ആളുകൾക്കും ജീവിതമാർഗം ഹലാലായി കിട്ടാനുള്ള ഹോസ്പിറ്റലിലേക്കുള്ള ചെലവ് ചെയ്യേണ്ട ആവശ്യം വന്നത് ഇത്തിബാ നൽകുന്ന ബർക്കത്തിന്റെ വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു പ്രധാനപ്പെട്ട സംഗതി അതാണ്. നിങ്ങളൊന്ന് കണക്കെടുത്ത് നോക്കുന്നു. എല്ലാ വീടുകളിലും 25-ന് ശേഷമാകുമ്പോഴേക്ക് മാസത്തിൽ 2 മാസത്തിൽ 3 മാസത്തിൽ 2 മാസത്തിൽ ഇങ്ങനെ തരംതരായിട്ട് വാങ്ങിക്കൊണ്ടുവരാം. രാവിലെ ഒരു തരം, ഉച്ചക്ക് ഒരു തരം, രാത്രി ഒരു തരം. കുടിക്കന്നെ ഒരു മൂമിനായ മനുഷ്യൻ ഭക്ഷണം കഴിച്ചതിന്റെ ബാക്കിയിൽ ശിഫാ ഉണ്ട് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ് അനുസരിച്ച് ആദ്യമായിട്ട് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു കൈയിട്ടെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവച്ച ആ ഭാഗം നോക്കിയിട്ട് ഒറ്റ വാരലാണ്. മഹാനവർകൾ ഒരു കോരല് വാരിയാൽ പിന്നെ അടുത്തത് ഭാര്യ വാരും, പിന്നെ അടിമ സ്ത്രീ വാരും. ഒരു പാത്രത്തിൽ നിന്ന് ഒരു തളികയിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചിരിക്കുക ചെയ്യും. പിന്നെ അങ്ങനെ ഓരോരുത്തരും ഭാര്യ എടുത്ത് ഭക്ഷിക്കും. ഒരു ദിവസം ആ വീട്ടിൽ നല്ലൊരു സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി, സ്പെഷ്യൽ ഫുഡ്. എന്നൊരുപോലെ ആവില്ലല്ലോ. ഒരു ദിവസം അല്ല, മുന്തിയ തരം ഭക്ഷണം ഉണ്ടാക്കി. ആ ഭക്ഷണം കൊണ്ടുപോയി വെച്ചു. ഭക്ഷണം എടുത്തു കൊണ്ടുവരാൻ നേരമായപ്പോ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു പോയി ആ ഭക്ഷണം ഇങ്ങനെ നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, എവിടെയും ഒരു വിരലും പതിഞ്ഞു കാണുന്നില്ല. പേടിച്ചുപോയി. ഇന്നത്തെ ഭക്ഷണം ഹബീബായ തങ്ങൾക്ക് പറ്റാത്തതായി പോയോ റബ്ബേ. ഇത്രയും ദിവസം ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണങ്ങളൊക്കെ പുന്നാര നബി തങ്ങൾ കഴിച്ചിട്ട് അവിടുത്തെ ശറഫാക്കപ്പെട്ട വിരല്, ലോകത്തെ ഏറ്റവും സ്ഥാനമുള്ള വിരലാണ്. ആ വിരൽ ഉപയോഗിച്ചാണ് നാളെ സ്വർഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആ വിരൽ ഉപയോഗിച്ചുകൊണ്ടാണ് നാളെ നരകത്തിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിലേക്ക് ആളുകളെ ശഫാഅത്ത് ചെയ്ത് കയറ്റുന്നത്. ആ വിരൽ ഉപയോഗിച്ചുകൊണ്ടാണ് നാളെ സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് വാതിൽ തുറന്ന് ജനങ്ങളെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ആ വിരലിന്റെ ഒരു ബറക്കത്ത് വിശദീകരിച്ചാൽ തന്നെ തീരുകയില്ലല്ലോ. എത്രമാത്രം സ്വഹാബിമാർക്ക് ശിഫാ നൽകിയ വിരലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിരല്. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ജലം എന്ന് പറയുന്നത് അവിടുത്തെ വിരലുകളിൽ നിന്ന് നിർഗളിച്ച പൊട്ടിയൊഴുകിയ വെള്ളമല്ലേ ഒന്നാം നമ്പർ വെള്ളം. അത് കഴിഞ്ഞിട്ടല്ലേ സംസം വെള്ളത്തിന് സ്ഥാനമുള്ളത്. അത് കഴിഞ്ഞിട്ടല്ലേ മറ്റു വെള്ളങ്ങൾക്കൊക്കെ സ്ഥാനം നൽകിയത്. കൗസറിന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരലുകളിൽ നിന്ന് പൊട്ടിയ വെള്ളത്തിന് ശേഷമല്ലേ സഹോദരങ്ങളെ സ്ഥാനമുള്ളത്. എത്രമാത്രം വലിയ ബഹുമാനമുള്ള വിരലാണ് ആ വിരല്. ആ വിരൽ തൊട്ട ഭക്ഷണത്തിന് കാത്തിരുന്ന അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഭക്ഷണത്തിന്റെ ഏതൊരു ഭാഗത്തും സ്പർശനം കാണാതിരുന്നപ്പോ വളരെ പേടിയോടെ വന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നത്തെ ഭക്ഷണത്തിൽ തങ്ങൾക്ക് പിടിക്കാത്ത വല്ലതുമുണ്ടോ നബിയേ? ഒരു പ്രത്യേക ഭക്ഷണം എന്ന നിലയ്ക്ക് എന്റെ ഒരു ഭാര്യ വിഭവം തയ്യാറാക്കിയതാണ്.
നല്ല ആട്ടിറച്ചിയും അതിലേക്ക് ചേരുന്ന കുറെ ധാന്യങ്ങളും ഒക്കെ റെഡിയാക്കി അതിന്റെ ഒരു സൈഡിൽ ഒരു ഭാഗത്തായി പച്ച ഉള്ളിയും വെച്ച് ഒരു പ്രത്യേക ബഹുമതിയുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കിയതാണ്. വല്ലതും പിടിക്കാത്തതുണ്ടോ നബിയേ? അബൂ അയ്യൂബ്, നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം ഏത്തരം ഭക്ഷണം തന്നെയാണ്, നല്ല കേമമായ ഭക്ഷണമാണ്. പക്ഷേ അതിൽ നിങ്ങൾ ചേർത്തിരിക്കുന്ന ഒരു വിഭവമുണ്ട്, എനിക്കത് ഇഷ്ടമില്ലാത്തതാണ്. പച്ച ഉള്ളി. നിങ്ങൾ അഭിമുഖ സംഭാഷണം നടത്താത്ത ചില ആളുകളോട് എനിക്ക് സംഭാഷണം നടത്താറുണ്ട്. മാലാകമാരോട്. മലക്കുകൾക്ക് ഉള്ളി വെറുപ്പാണ്, ഉള്ളിയുടെ വാസന അരോചകമാണ്. അതുകൊണ്ട് എനിക്ക് ഉള്ളി ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭക്ഷണം കഴിച്ചില്ല. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം എന്താണെന്നറിയോ സഹോദരങ്ങളെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിഭവമാണോ അത്? ഇനി ആ വീട്ടിൽ അത്തരത്തിലൊരു വിഭവം ഉണ്ടാക്കില്ല. തീരുമാനിച്ചു പോയി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വിഭവം നമുക്ക് വേണ്ട. അവര് തീരുമാനിക്കുന്ന മഹബത്തിന്റെ ഭാഗം അങ്ങനെയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഇഷ്ടമില്ലേ, എന്നാൽ നമുക്കത് വേണ്ട എന്നുള്ള ഒരു തീരുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രിയത്തിന്റെ ഭാഗമാണ്. തങ്ങൾ ഭക്ഷിച്ചതിൽ നിന്ന് ഭക്ഷിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ തീരുമാനമെടുക്കുന്നത്. ഉമ്മമാരോട് ഞാൻ പറയട്ടെ, ഉപ്പമാരോടും വീട്ടിൽ നല്ല നല്ല കയ്യും മറ്റുമൊക്കെ വൃത്തിയുള്ള ചെറിയ മക്കള് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കിയുള്ള ഭക്ഷണമുണ്ടോ കൊണ്ടുപോയി തള്ളിയേക്കരുത്, തട്ടിയേക്കരുത്. ആ ഭക്ഷണത്തിലേക്ക് ഇനിയും വല്ലതും ചേർക്കാനുണ്ടെങ്കിൽ ചേർത്തിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു പതിവാണ് മുൻഗാമികളിലൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തെറ്റും ഒരു കുറ്റവും ഒരു കറയും പുരളാത്ത നല്ല ശുദ്ധിയുള്ള കുട്ടികൾ ബിസ്മില്ലാഹി ചൊല്ലിയിട്ട് നല്ല നാവോടെ കഴിച്ച ഭക്ഷണമില്ലേ, ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങിയ നല്ല ഭക്ഷണമില്ലേ, അതിലൊരു രണ്ടോ പിടിയോ ബാക്കി എവിടെയുണ്ട്, അതിലേക്ക് ചേർത്തിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. ശരീരത്തിന് അല്ലാഹു ആഫിയത്ത് തരും, ആരോഗ്യം തരും, ദീർഘായുസ് തരും, ബറക്കത്ത് തരും. അതതിന് വലിയ കാരണമാണ്. ഒഴിവാക്കിയിട്ടേക്കരുത്, ബാക്കിയിട്ടേക്കരുത്, മിച്ചമിട്ടേക്കരുത്, കൊണ്ടുപോയി തള്ളിയേക്കരുത്. ഭക്ഷണാവശിഷ്ടങ്ങൾ കൊണ്ടുപോയി തള്ളുന്നത് കണ്ട് മലക്കുകൾ വരെ സങ്കടപ്പെട്ടു പോകും കേട്ടോ. ഭക്ഷണം കിട്ടാതെ ജീവിക്കുന്ന ആളുകളും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉണ്ട് എന്ന ലക്കിന സത്യം മറന്നു പോകണ്ട. അള്ളാഹു ഭക്ഷണം തന്നത് വലിയൊരു നിഅ്മത്താണ്, വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹു ഭക്ഷണം തന്നതിന് ശുക്ർ പറഞ്ഞാലോ ചെയ്താലോ തീർക്കാൻ കഴിയൂല. ആ ഭക്ഷണാവശിഷ്ടങ്ങളോട് നന്ദി കാണിക്കണം. രാത്രി സമയത്ത് അഥവാ കുറച്ച് ഭക്ഷണം മിച്ചം വന്നാൽ അത് രാവിലെ കഴിക്കാനുള്ള തയ്യാറെടുപ്പ് വേണം. നടക്കൂലേ? ഒരു രാത്രി ഉറങ്ങിയെന്ന് കരുതിയിട്ട് ഒരു ഭക്ഷണത്തിനൊന്നും സംഭവിക്കാനില്ല. നമ്മളെ മലപ്പുറത്തൊക്കെ അതിന് പഴഞ്ചോറ് എന്ന് പറയും. ഇവിടെ എന്താ പറയുക? ഇവിടെ കൂട്ടകഞ്ഞിന്നാണല്ലോ. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, സംഗതി മനസ്സിലായാൽ മതി. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രാത്രി നമ്മൾ എടുത്തു വെച്ച ഭക്ഷണം രാവിലെ അതെനിക്ക് വേണ്ട എന്നാരും പറയരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സുന്നത്താണ് രാത്രി എടുത്ത് വെച്ച ഭക്ഷണം ബാക്കിയുള്ള ഭക്ഷണം പകൽ കഴിച്ചു. അത് ശരി ഉസ്താദ്, ഇതൊക്കെ സുന്നത്തിലുണ്ടോ? അതൊക്കെ സുന്നത്തിലുണ്ട്. അങ്ങനെ ആകുമ്പോ നമ്മളെ ജീവിതം അങ്ങോട്ട് റെഡിയാവും. പഴയ കാലത്ത് നമ്മളെ പുരയിലെ ഉപ്പമാരൊക്കെ രാവിലെ പണിക്ക് പോയിരുന്നത് അങ്ങനെ രാത്രി എടുത്തു വെച്ച് കുറച്ച് കഴിച്ചിട്ടാണ്. അന്ന് ഈ റെഡിമെയ്ഡ് പത്തിരിയും റെഡിമെയ്ഡ് അപ്പൊന്നും ഉണ്ടാക്കാനൊന്നും അന്ന് സമയമില്ല. അന്ന് ആ തലേന്ന് എടുത്ത് വെച്ച് ബാക്കിയുള്ള ആ കറി ഒന്ന് ചൂടാക്കി റെഡിയാക്കിയിട്ട് ഒന്ന് കഴിച്ച് ഉണക്കൽ മീനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കൂട്ടി. അങ്ങനെയാണ് പഴയ കാലത്ത് പോയത്.
അവരൊക്കെ നല്ലോണം പരിഗണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വിധങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ഒരു സമൂഹമാണ് മുതഅല്ലിമീങ്ങളുടെ സമൂഹം. രാത്രി നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ. അപ്പൊ രാത്രി ഭക്ഷണത്തിന് കൊണ്ടുപോകുന്ന ആളുകളോടൊക്കെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് കൊണ്ടുപോകലാണ് പതിവ്. ഭക്ഷണത്തിന് കൊണ്ടുപോകുന്നവരോടൊക്കെ കൊണ്ടുപോകുന്നതിന്റെ എണ്ണത്തിനേക്കാൾ ഏറെ എണ്ണം സ്വീകരിക്കാൻ പറഞ്ഞു. 2 ആളെ കൊണ്ടുപോകുന്നവർ 2 4 കൊണ്ടുപോകുന്നവർ 4 8 5 ആളെ കൊണ്ടുപോകുന്നവർ 5 10 അങ്ങനെ എണ്ണം കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോഴേ ഈ ആളുകളൊക്കെ ഓരോ സ്ഥലത്തേക്കും തികയുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്കും ഒക്കെ ഉണ്ട് രാത്രി മുതഅല്ലിമീങ്ങൾ ഭക്ഷണത്തിന്. മദീന പള്ളിയിലേക്ക് വിവിധ നാടുകളിൽ നിന്ന് വന്ന് അവിടെ ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമു സ്വീകരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന മുതഅല്ലിമീങ്ങൾ. വലിയ വലിയ പ്രായമുള്ള ആൾക്കാരുണ്ട് അതില്, ചെറുപ്പക്കാരും ഉണ്ട് ആ കൂട്ടത്തില്. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇവരെ കൊണ്ടുപോയിട്ട് വേഗം ഭക്ഷണം കൊടുത്തിട്ട് അയക്കണം. എനിക്കൊരു പതിവുണ്ട്, അറിയാലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഒരു പതിവുണ്ട്. അതെന്താ? രാത്രി എപ്പോഴും ഇശാ നിസ്കാരം കഴിഞ്ഞ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തങ്ങളുടെ വീട്ടിലേക്ക് പോകും. കുറച്ചു നേരം അവിടെ വർത്തമാനം പറഞ്ഞിരുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടെങ്കിൽ തങ്ങളോടൊപ്പം കഴിച്ച് അതൊരു മഹബത്തിന്റെ ഒരു ഭാഗമാണ്. ശേഷം തങ്ങൾ കിടക്കാൻ വേണ്ടി ഒരുങ്ങുന്ന നേരത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു പിരിഞ്ഞു പോരും. അപ്പൊ ഇവർക്ക് നേരം വെക്കണ്ടാന്ന് കരുതിയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു മോൻ അബ്ദുറഹ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ അബ്ദുറഹ്മാൻ, ഇവരെ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ട് വേഗം കൊണ്ട് പള്ളിക്ക് അയക്കണം എന്ന് പറഞ്ഞു. മുതഅല്ലിമീങ്ങൾ ആ വീട്ടിലെത്തിയപ്പോ അവര് ചോദിച്ചു, വീട്ടുകാരൻ എവിടെയെന്ന് ചോദിച്ചു. എന്നാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെയാണ്? അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറഞ്ഞു, നിങ്ങൾക്ക് വേഗം ഭക്ഷണം തിന്ന് അയക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിട്ടത്. ഉപ്പ വരാൻ കുറച്ചുകൂടി നേരം വൈകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വീട്ടിൽ പോയതാണ്. അതൊന്നുള്ള പതിവാണ്. പകല് സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ഇവിടെ വരും, രാത്രി സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് പോകും. മഹബ്ബത്ത് എന്ന് പറയുമ്പോ അങ്ങനല്ലേ, അത് വല്ലാത്തൊരു ബന്ധം. അതുകൊണ്ട് അവിടെ പോയിട്ടേ വരൂ. എപ്പോഴാ വരിക എന്നറിയില്ല, ഞങ്ങള് ഭക്ഷണം കഴിച്ചോളി. അവര് പറഞ്ഞു, വീട്ടുകാരൻ വരട്ടെ, ഞങ്ങൾ വീട്ടുകാരന്റെ കൂടെ ഭക്ഷണം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ വന്ന ആളുകൾക്കാണെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവോടൊപ്പം ഒരു ഭക്ഷണം കഴിക്കാനുള്ള വല്ലാത്ത താല്പര്യം. സഹോദരങ്ങളെ, ഔലിയാക്കളിലെ ഏറ്റവും ഒന്നാമത്തെ സ്ഥാനം അലങ്കരിക്കുന്ന മഹാനാണല്ലോ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഭക്ഷണം കഴിക്കണമെന്ന ആഗ്രഹം അവർക്കുണ്ടായപ്പോ അവർ കാത്തുനിന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നപ്പോ നേരത്തെ ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന മുതഅല്ലിമീങ്ങൾ അങ്ങനെ തന്നെയുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഞങ്ങൾ നിങ്ങളെ കാത്തിരുന്നതാണ് എന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ കൂടെ ഭക്ഷണം കഴിച്ചു. സുബ്ഹാനല്ലാഹ്. അവരെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോ ഒരു പിടി ഭക്ഷണം പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോ അതിനേക്കാളും അധികം ആ പാത്രത്തിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. കൊണ്ടുവച്ചതിനേക്കാളും അധികം ഭക്ഷണം പാത്രത്തില്. സുബ്ഹാനല്ലാഹ്. ഭക്ഷണം ഇങ്ങനെ വർദ്ധിക്കുന്നത് കണ്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു അടുക്കളയിലുള്ള ഭാര്യനെ വിളിച്ചു, യാ ഉഖ്ത ബനി ഫിറാസ്, ബനു ഫിറാസ് ഗോത്രക്കാരിയായ പെണ്ണെ, ഒന്ന് വന്നു നോക്കി പാത്രത്തിലേക്ക്. ഇത്ര ഭക്ഷണം നേരത്തെ കൊണ്ടുവന്നു വെച്ചിരുന്നോ? ഭാര്യ പറഞ്ഞു, ഇല്ലല്ലോ, ഭക്ഷണം അധികമുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. ഈ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തപ്പോ ബറക്കത്ത് അല്ലാഹു തആല നേർക്ക് നേരെ കാണിച്ചു കൊടുത്തതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്താണ്, ബഹുമാനമാണ്. മുതഅല്ലിമീങ്ങളുടെയും ബഹുമാനമാണ്, കറാമത്താണ്. ഭക്ഷണം ഇങ്ങനെ അധികരിച്ചു വന്നപ്പോ ആ ഭക്ഷണം കഴിച്ചുകൊണ്ട് ബാക്കിയുള്ള ഭക്ഷണം അവിടെ വെച്ചു, മൂടി വെച്ചു. സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിൽ വന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സംഭവം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിദ്ദീഖ്, അത് നല്ല ബറക്കത്തുള്ള ഭക്ഷണമാണ്. ബാക്കി നിങ്ങളെ വീട്ടിലുണ്ടോ? ബാക്കി
ബാക്കിയുണ്ട് നബിയേ. ബാക്കിയുള്ള ഭക്ഷണം ഒരു പാത്രത്തിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നു. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചു. തലേന്ന് ഉറങ്ങിയ, ഒരു രാത്രി ഉറങ്ങിയ ഭക്ഷണം, അത് ഒഴിവാക്കേണ്ട ഭക്ഷണമല്ല, കഴിക്കേണ്ട ഭക്ഷണമാണ്. കേടായിട്ടില്ലെങ്കിൽ റീകണ്ടീഷൻ ചെയ്താൽ അത് കഴിക്കാം, ഒരു കുഴപ്പമില്ല. സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ച കാലത്ത് ഭദ്രമായി സൂക്ഷിച്ചു വെക്കാൻ എന്തെല്ലാം സൗകര്യമുണ്ട്. വെറുതെ കളയരുത്. വെറുതെ കളയുന്ന ദുരിതമാണ്, ദുരന്തമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന ഉപ്പമാര്, ഉമ്മമാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്തിബാ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങളിലും ആ ഇത്തിബാ സൂക്ഷിക്കുക. 10 ദിവസം കൂടുമ്പോ, 10 ദിവസമാകുന്ന സമയത്ത് ഒരു തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ദിവസം കണക്കാക്കിയിട്ട് നഖം മുറിക്കണം. മുറിക്കുന്ന നഖങ്ങളൊക്കെ കുഴിച്ചിടണം. ഇതാണ് സുന്നത്ത്. സ്ത്രീകളുടെ നഖങ്ങളാണെങ്കിൽ അത് കുഴിച്ചിടൽ സുന്നത്തല്ല, നിർബന്ധമാണ്. മുടിയും അവരുടെ ശരീരത്തിൽ നിന്ന് വേർപിരിയുന്നതൊക്കെ അങ്ങനെയാണ്, അത് കുഴിച്ചിടൽ നിർബന്ധമാണ്. 10 ദിവസം കഴിയുമ്പോൾ കക്ഷഭാഗം വൃത്തിയാക്കണം. സുന്നത്താണ്, ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് പഠിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്, 40 ദിവസമാകുമ്പോൾ കണക്കാക്കി കുഹ്യരോമം വൃത്തിയാക്കണം, അതും സുന്നത്താണ്. അതേ സഹോദരങ്ങളെ, മൂക്കിന്റെ ഉള്ളിൽ വളർന്നു വരുന്ന രോമങ്ങളുണ്ട്, അത് പറിക്കൽ സുന്നത്താണ്. അതേ സമയത്ത് തന്നെ താടി അത് വളർത്തിയിട്ട് പാകപ്പെടുത്തിയെടുക്കൽ സുന്നത്താണ്. താടി വടിക്കരുത്, അത് സുന്നത്തിനെതിരാണ്. ഇപ്പൊ ഉസ്താമാരാ വാദൊന്നും പറയില്ല, കുറെ ആൾക്കാർ പറയുന്നത് ഇപ്പോഴും പറയലുണ്ട്. താടി വടിക്കരുത്, താടി വടിക്കൽ ഹറാമാണെന്ന അഭിപ്രായമുണ്ട്. താടി വെട്ടി വൃത്തിയാക്കിയിട്ട് ഒപ്പിച്ചു വെക്കണം. താടി എത്ര കണ്ട് വളർത്തുന്നുണ്ടോ, ഉളൂയിൽ വെള്ളം നനയുമ്പോ എത്ര രോമങ്ങൾ നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ട്. സുബ്ഹാനല്ലാഹ്, കുറച്ച് രോമങ്ങളൊന്നുമല്ല. തലമുടി നനവുന്ന, തലമുടി തടവുന്ന ആള് തല മുഴുവനും തടവുന്ന ആളാണോ? എത്ര മുടിയിലേക്കാണോ വെള്ളം ചേരുന്നത് അത്ര മുടിയിൽ നിന്നും അയാൾക്ക് ഇസ്തിഗ്ഫാർ ലഭിക്കുന്നുണ്ട്. കൈ, 2 കൈയിലും നിറയെ രോമങ്ങളുള്ള ആളാണെങ്കിൽ ആ കൈ തുടക്കാതെ എത്ര സമയം അതിന്റെ നനവ് നിലനിൽക്കുന്നുണ്ടോ അത്രയും സമയവും ഇസ്തിഗ്ഫാർ അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, സഹോദരങ്ങളെ, താടി പാകത്തിന് വെച്ചുകൊണ്ട് നീട്ടിപ്പോവുകയാണ് വേണ്ടത്. താടി വടിച്ച രീതിയിൽ ഒരു ആണും ഖബറിലേക്ക് ചെല്ലാൻ ആഗ്രഹിക്കരുത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ മുഖത്തേക്ക് നോക്കിയിട്ട്, നീ എന്നെ സ്നേഹിക്കുന്ന ആളായിട്ട് നിന്റെ മുഖമെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോ നമ്മളവിടെ വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരും. പാകത്തിനെങ്കിലും ഒരു താടി വെച്ച് വളർത്തണം. താടി എത്ര കണ്ട് നീട്ടുന്നുവോ അത്രയും നല്ലതാണ്. താടി നീട്ടുന്നതിൽ ഒരു വിരലിന്റെ കണക്ക് പറഞ്ഞവരും അതിനേക്കാൾ കണക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞവരും ഒക്കെയുണ്ട്. താടി സഹോദരങ്ങളെ വടിച്ച് വൃത്തിയാക്കേണ്ട ഒന്നല്ല. താടി വടിച്ച രീതിയിലാകരുത് നമ്മളെ മരണം സംഭവിക്കേണ്ടത്. താടി നന്നായി വളർത്തിയ സുന്നത്തോടെ ആകണം നമ്മൾ ഖബറിലേക്ക് എത്തേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നിട്ട് മുഖത്തേക്ക് നോക്കുമ്പോ നിന്റെ ശരീരത്തിൽ തന്നെ എന്റെ അടയാളങ്ങളില്ലല്ലോ, നീ എന്നെ സ്നേഹിക്കുന്ന ആളാണെന്ന് എങ്ങനെ പറയാനാ എന്ന് ആവലാതിപ്പെടരുത്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നതിന്, സ്നേഹിക്കുന്നതിന് വലിയ പ്രാധാന്യം നൽകപ്പെടുന്ന ഒരു ലോകമാണത്. ആ ഖബർ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ
അവിടുത്തെ സുന്നത്ത് കാത്തു സൂക്ഷിച്ച് ഇത്തിബാ ചെയ്ത മനുഷ്യന് ഹബീബായ തങ്ങളെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടാകില്ല, പറയാനും ബുദ്ധിമുട്ടുണ്ടാകില്ല. ഉമ്മമാരെ, നമ്മുടെ ജീവിതത്തിലുള്ള സുന്നത്തുകളൊക്കെ നമ്മൾ പാലിക്കണം, നിർബന്ധങ്ങളും നമ്മൾ പാലിക്കണം. കഴിവിന്റെ പരമാവധി സുന്നത്തുകളോട് താല്പര്യപ്പെടുന്നവരായി ജീവിക്കണം. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിന് വലിയ താല്പര്യം കൊടുത്തിരുന്ന മഹാന്മാർക്ക് എത്രമാത്രം വലിയ സ്ഥാനം ഹബീബായ തങ്ങൾ നൽകിയിട്ടുണ്ട് എന്നറിയുമോ? കണ്ടില്ലേ നിങ്ങൾ, നബിതങ്ങളെ ചെരുപ്പെടുത്ത് നടന്നിരുന്ന സ്വഹാബിയാണ് സ്വാഹിബുൻ അലൈൻ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു അറാക്ക് മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു അറാക്ക് കൊള്ളി ഇങ്ങനെ പൊട്ടിക്കുകയാണ്. കാറ്റടിച്ച് വീശിയപ്പോ മഹാനവറുകളുടെ തുണിയുടെ ഭാഗം വെളിവായി. രണ്ട് തണ്ടങ്കാലിന്റെ ഭാഗം, മുട്ടിന്റെ തായോട്ടുള്ള ഭാഗം വെളിവായത് കണ്ടപ്പോ സ്വഹാബത്ത് ചിരിച്ചുപോയി. കാരണം മുട്ടിന്റെ തായോട്ട് രണ്ട് കാലും തടി മെലിഞ്ഞ കാലാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കാല്, ഈ രണ്ട് കാലും തടി മെലിഞ്ഞത് കണ്ടപ്പോ സ്വഹാബത്ത് ചിരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല സ്വഹാബാ, മിമ്മ തദ്ഹകൂൻ, എന്തിനാ നിങ്ങൾ ചിരിച്ചത്? സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മിൻ ദിഖ്ഖതി സാഖൈ, രണ്ട് തണ്ടങ്കാലും മെലിഞ്ഞ് പൊട്ടിയ രൂപത്തിൽ കണ്ടില്ലേ? അല്ലെങ്കിൽ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു മെലിഞ്ഞ പ്രകൃതക്കാരനാണ്. മുട്ടിന്റെ തായോട്ടുള്ള കാൽഭാഗം രണ്ടും മെലിഞ്ഞ രൂപത്തിൽ കണ്ടപ്പോൾ അവര് ചിരിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചിരിക്കണ്ട, ആ രണ്ട് മെലിഞ്ഞ കാലുകൊണ്ട് നാളെ ആഖിറത്തിലുള്ള മീസാനിൽ ഉഹുദ് മലയേക്കാളും കനമുള്ള സംഗതി ഒരുമിച്ച് കൂട്ടിയ മഹാനാണ്. ഈ രണ്ട് മെലിഞ്ഞ കാലുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നടന്നതും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ഓതിയതും പരിശുദ്ധ ഖുർആന് മറ്റുള്ളവർക്ക് ഓതി പഠിപ്പിക്കാനും ഈ രണ്ട് മെലിഞ്ഞ കാലല്ലേ ഉപയോഗപ്പെടുത്തിയത്. ആ രണ്ട് മെലിഞ്ഞ കാലുകൊണ്ട് അദ്ദേഹം മീസാനിലേക്ക് ഒരുമിച്ച് കൂട്ടിയത് ഉഹുദ് പർവ്വതത്തിനേക്കാളും കനമുള്ള അമലാണ് കേട്ടോ. അത് കേട്ടപ്പോ സ്വഹാബത്തിന്റെ ചിരിയൊക്കെ പോയി. ആൾക്കാരെ രൂപഭാവങ്ങളും മോഡലും അല്ല ഒന്നുള്ളത്, കയമ്പുള്ളത്. കടമ്പ് എവിടെയാണോ ശേഖരിച്ചിട്ടുള്ളത് അവിടെയാണ്. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നല്ല ഊത്തറിയുന്ന മഹാനാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. പലരെയും പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് നന്നാക്കിയ മഹാനാണ്. എത്രയോ ദുർമാർഗികളായ ആൾക്കാരെ ഖുർആനോത്ത് കൊണ്ട് നന്നാക്കിയ സ്വഹാബിയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിതത്തിന്റെ അവസാനം വരെ അങ്ങനെ തന്നെ ജീവിച്ചു. മഹാനവറുകൾ അത് അവലംബമാക്കി തന്നെ മുന്നോട്ട് നീങ്ങിയ മഹാനാണ്. സുബ്ഹാനല്ലാഹ്, അതിന്റെ പേരിൽ ഒരുപാട് ബറക്കത്തുകൾ അല്ലാഹു തആല മഹാനവറുകൾക്ക് നൽകിയിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വരെ ഖുർആൻ ഓതിച്ചിട്ടില്ലേ? എന്തൊരു സന്തോഷമുള്ള ഖുർആനോത്താണ്. ആര് കേട്ടാലും ഇരുന്നു പോകുന്ന ഖുർആനോത്ത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഖുർആനോത്തിന്റെ പേരിൽ ഒരു കാത് സംഭാവന ചെയ്ത മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അർ-റഹ്മാൻ സൂറത്ത് ഇറങ്ങിയപ്പോ അന്ന് രഹസ്യ പ്രബോധനം നടക്കുന്ന കാലമാണ്. കുറഞ്ഞ ആളുകളെ വിശുദ്ധ ദീനിലേക്ക് വന്നിട്ടുള്ളൂ. 40 തേങ്ങിട്ടില്ല.
ദാറുൽ അർഖമിലും മറ്റുമൊക്കെ രഹസ്യമായിട്ട് സ്വഹാബിമാർക്ക് ദീനി കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാലത്താണ് അർ-റഹ്മാൻ സൂറത്ത് ഇറങ്ങിയത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സഹോദരിമാരും ശബ്ദിക്കല്ലേ, കുറഞ്ഞ നേരം കൂടി ഒന്ന് സുബൂർ ചെയ്യ്, ഞാൻ അതൊരു അരമണിക്കൂർ കൂടി വളർന്ന് നിർത്തും, നമുക്ക് പോകാനുള്ള ടൈം എടുത്തുകൊണ്ടിരിക്കണം, നമ്മൾ കുറഞ്ഞ നേരെങ്കിലും സുബൂർ ചെയ്യ്, കുറച്ചു നേരം സുബൂർ ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും സംഭാവന ഒപ്പിച്ചേരാം, കുറച്ചു നേരെങ്കിലും ഒന്ന് സുബൂർ ചെയ്ത് ആരും ഒച്ചുണ്ടാക്കാത്ത. മദർസിലുള്ള കുട്ടികളിലൂടെ കുറെ ആരും ശബ്ദിക്കൽ. ഇവിടെ ആ ചെറിയ കുട്ടികൾ ഇരിക്കുന്ന എന്തൊരു അച്ചടക്കത്തിൽ അതേപോലെ വാളിന്റെ മജ്‌ലിസാണ്. മുത്തുനബി തങ്ങളെ സുന്നത്താ പറഞ്ഞു, ഒച്ചുണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കുരുത്തക്കേട് ലഭിക്കും, ഒച്ചുണ്ടാക്കാതെ. ഞാൻ പറഞ്ഞു എന്നുള്ളവർക്കല്ല, പറയുന്ന കാര്യം സുന്നത്തായതുകൊണ്ടാണ്, നല്ല അതുപോലെ. അപ്പോ സൂറത്തുർ റഹ്മാൻ ഇറങ്ങിയപ്പോ ആ ദാറുൽ അർഖമിൽ ആ സദസ്സിൽ വെച്ച് തങ്ങൾ ചോദിച്ചു, കഅബന്റെ മുറ്റത്ത് പോയി ഇതാരെങ്കിലും ഓതാൻ ധൈര്യമുള്ളവരുണ്ടോ? മുശ്രിക്കുകളുടെ ആക്രമണം ശക്തമായ കാലാണ്. ഒരു സ്വഹാബിയെ പുറത്ത് കണ്ടാൽ പിന്നാലെ കൂടി ആക്രമിക്കുന്ന സമയം. ആ സൂറത്തിന്റെ ഭംഗി ഇങ്ങനെ കേട്ടിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. നബിയെ, ഞാൻ പോയി ഓതാ. ഒരു മെലിഞ്ഞ ശരീരാണ്. കണ്ട പാടെ തന്നെ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇരുന്നോളി എന്ന് പറഞ്ഞു. കാരണം കഅബന്റെ മുറ്റത്ത് അവിടെ ആരൊക്കെ ഉണ്ടാകാം? അബൂജഹലുണ്ട്, ഉത്ബുണ്ട്, ഷൈബുണ്ട്, ഇവരൊക്കെ ഉണ്ടാവും. വലിയ വലിയ ആചാര്യബാഹുക്കൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലും നിങ്ങൾ ഇരുന്നോളി എന്ന് പറഞ്ഞു. രണ്ടാമതും തങ്ങൾ ചോദിച്ചു, ആരെങ്കിലും ഉണ്ടോ? വേറെ ആരെങ്കിലും എഴുന്നേൽക്കട്ടെ എന്ന് കരുതിയിട്ട് ഈ അർ-റഹ്മാൻ ഒന്ന് പോയി ഓതാൻ. അർ-റഹ്മാൻ എല്ലാ ദിവസവും ഓതണട്ടോ. അർ-റഹ്മാൻ സൂറത്ത് 70,000 മലക്കുകൾ സുബ്ഹി വരെ റഹ്മത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അത് ഓതിയ ആൾക്ക് വേണ്ടി, അർ-റഹ്മാൻ സൂറത്ത് ഓതിയ ആൾക്ക് വേണ്ടി. നമ്മൾ എല്ലാ ദിവസവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവാക്കിയ സൂറത്തുകളോടൊക്കെ വലിയ ഇഷ്ടം വെച്ചുകൊണ്ട് താല്പര്യപ്പെടണം. കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് അലിഫ് ലാം മീം സജദ, സൂറത്തു സജദയും തബാറക്കയും ഇദാ വഖഅത്തിയും അർ-റഹ്മാനും സൂറത്തുൽ ഹശ്റും സൂറത്തുൽ ദുഖാനും ഇതൊക്കെ നമ്മൾ ഓതി പതിവാക്കണം എല്ലാ ദിവസവും. അതൊന്നും ഓതാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉറങ്ങിയിട്ടില്ല. നമ്മളും അവിടുത്തെ മഹബത്ത് വെക്കുന്നവരല്ലേ, നമ്മളും അത് പതിവാക്കണം. രാത്രി സമയത്ത് സമയം കിട്ടാത്ത ആൾക്കാർ പകൽ ഒതുക്കോളി, എന്നാലും സുന്നത്ത് കിട്ടും. രാത്രി ഓതാ, പകലും ഓതാ. രാത്രി ആർക്കെങ്കിലും സമയം കിട്ടുന്നില്ല എന്നാ പകൽ ഒതുക്കോളി. കുറഞ്ഞ ടൈം മതി അതിനൊക്കെ. നമ്മൾ ശീലമാക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതുകൊണ്ടൊക്കെയുള്ള ഭാഗ്യങ്ങള് നമ്മൾ ഒറ്റക്ക് കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. അലിഫ് ലാം മീം തൻസീലുൽ കിതാബ്. നാളെ ഖബറിലെത്തിയിട്ട് ഒറ്റക്ക് കിടക്കുന്ന സ്ഥലത്ത് അനുഭവിക്കാനുള്ള സൂറത്താണത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു. ആ 30 ആയത്ത് നാളെ ഖബറാളി അനുഭവിക്കുന്ന ഒരു സൂറത്താണ്. നമ്മിൽ നിന്ന് മൗത്തായി പോയ ആളുകളെ ഖബറിടങ്ങളൊക്കെ അല്ലാഹു തആല സ്വർഗ്ഗമാക്കി കൊടുക്കട്ടെ. 3 ദിവസം മുമ്പ് കൂടെ ആരോ വെച്ചില്ല, എന്താ പേര്? ഇബ്രാഹിം. 50 വയസ്സ്. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരന് നല്ല ശിഫാ കൊടുക്കണേ അല്ലാഹ്. മനസ്സമാധാനവും ശരീരത്തിന് ആരോഗ്യവും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ, ബന്ധുക്കളിൽ, കുടുംബക്കാരിൽ ഒരുപാട് അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും ശിഫ കൊടുക്കണേ അല്ലാഹ്. കടം കൊണ്ട് വലഞ്ഞ് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. കടത്തിൽ നിന്ന് നീ അവർക്ക് മോചനം കൊടുക്കണേ അല്ലാഹ്. ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. മതിയായ നിലക്ക് റാഹത്തോടെ ജീവിക്കാനുള്ള നല്ല ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. ജോലിയില്ലാത്ത ചെറുപ്പക്കാർക്ക് നല്ല ലായിഖായ നല്ല ജോലി കൊടുക്കണേ അല്ലാഹ്. സഹോദരങ്ങളെ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ചോദ്യത്തിനും എഴുന്നേറ്റുന്നു. മൂന്നാമതും ചോദിച്ചു. രണ്ടാമതും നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇരുന്നോളി. എഴുന്നേറ്റുന്നപ്പോ മൂന്നാമതും എഴുന്നേറ്റ് ആവേശത്തോടെ ഞങ്ങൾ പൊയ്ക്കോളി എന്ന് പറഞ്ഞു. ഇനി 3 വട്ടം എണീറ്റ് ആവേശം എങ്ങനെ തടയാന്ന് കരുതിയിട്ട് തങ്ങൾ പറഞ്ഞു കൊടുത്തു. കഅബന്റെ മുറ്റത്തെത്തിയിട്ട്, കഅബന്റെ മുറ്റം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഇബാദത്തിന് വേണ്ടി തയ്യാറാക്കിയ കേന്ദ്രല്ലേ. അത് ആർക്കും അധീനപ്പെട്ട സ്ഥലമല്ലല്ലോ. പക്ഷെ അവിടെ മുശ്രിക്കുകളൊക്കെ കൈയടക്കി ഇരിക്കുക.
അർ-റഹ്മാൻ സൂറത്ത് നല്ല ഭംഗിയിൽ അങ്ങോട്ട് ഓതി. അല്ലാ, ആ ഓത്തങ്ങോട്ട് കേട്ടപ്പോ അബൂജഹല് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അടിച്ച് നിലത്ത് വീഴ്ത്തി. ശരീരത്തിൽ കയറിയിരുന്ന മർദ്ദന മുറകൾ ആരംഭിച്ചു. അവന്റെ അരിശം തീരാഞ്ഞിട്ട് അരയിലുള്ള കത്തിയെടുത്ത് കാത് മുറിച്ചു കളഞ്ഞു. അല്ലാഹുവിന്റെ ഖുർആൻ, അല്ലാഹുവിന്റെ ഭവനമാകുന്ന കഅബത്തുൽ മുശറഫയുടെ പരിസരത്ത് വെച്ച് ഓതിയതിന് ഒരാളുടെയും പറമ്പിൽ കയറി അതിക്രമം നടത്തി ഓതിയിട്ടില്ല, ഒരാളെയും ചീത്ത പറഞ്ഞിട്ട് ഓതിയിട്ടില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളല്ലേ ആ സൂറത്തിൽ എണ്ണി എണ്ണി പറയുന്നത്. അതേതൊരു മനുഷ്യനും സമ്മതിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ, ആരെയും അപഹസിക്കുന്നതല്ലല്ലോ. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ആർക്കാണ് യാഥാർത്ഥ്യം സമ്മതിക്കാൻ പ്രയാസം? അബൂജഹൽ കാത് അരിഞ്ഞു മാറ്റിയപ്പോ കാതിൽ നിന്ന് രക്തത്തുള്ളി ഇങ്ങനെ ഇറ്റി വീണുകൊണ്ടാണ് ദാറുൽ അർഖമിലേക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വരുന്നത്. സങ്കടകരമായ ഈ അവസ്ഥ കണ്ടപ്പോ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത വിഷമാവസ്ഥ വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നബിയേ, കല്ലാ ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ ഫല്യദ്ഉ നാദിയ സനദ്ഉ الزبانിയ കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി ഇറങ്ങി, അതേ അബൂജഹൽ, നീ അക്രമത്തിന്റെ സ്വഭാവം നിർത്തുകയാണ് നല്ലത്. അവൻ ഈ പണി നിർത്തുന്നില്ലെങ്കിൽ അവന്റെ മൂർധാവ് നിലത്തൂടെ വരിക്കുക തന്നെ ചെയ്യും. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ, അബദ്ധങ്ങൾ മാത്രം ചിന്തിച്ച, കളവുകൾക്ക് മാത്രം പ്ലാൻ ചെയ്ത മൂർധാവില്ലേ, ആ മൂർധാവ് നിലത്തുകൂടെ വലിച്ചിയക്കുക തന്നെ ചെയ്യും. ഈ പറഞ്ഞ സംഗതി അങ്ങനെ തന്നെ നടന്നു. വർഷങ്ങൾക്ക് ശേഷം ബദർ നടന്നപ്പോൾ അബൂജഹലിന്റെ ശരീരം അവസാനമായി കാണുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. കാബന്റെ മുറ്റത്ത് വെച്ച് ഖുർആൻ ഓതിയിട്ട് കാതരിഞ്ഞു മാറ്റിയ അബൂജഹല് ശ്വാസം വിടാതെ കിടക്കുന്ന രംഗം കണ്ടപ്പോ അബൂജഹലിന്റെ ശരീരത്തിൽ കുത്തിപ്പിടിച്ച് കയറിയിരുന്നു. കുത്തിപ്പിടിച്ച് കയറാൻ മാത്രം ഉണ്ടത്, വലിയ വലിപ്പുള്ള ശരീരമാണ്. കുത്തിപ്പിടിച്ച് കയറിയിരുന്നപ്പോ അബൂജഹൽ ഇങ്ങനെ കണ്ണു തുറന്നു നോക്കി. ആ, നല്ല പുറത്താണല്ലോ കയറിയിരുന്നത്. കാര്യമായിട്ട് പ്രതികരിക്കാനൊന്നും കഴിയില്ല, തളർന്നു കിടക്കുക. പക്ഷെ ജീവൻ പോയിട്ടില്ല. അബൂജഹലിന്റെ അവസാനം എന്റെ കൈകൊണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കിയ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബൂജഹലിനെ കഥ കഴിക്കുന്ന സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള ഒരു ചെറിയ കടാരക്ക് മൂർച്ചല്ല. അപ്പൊ അബൂജഹൽ പറഞ്ഞു, നിന്റെ കയ്യിലുള്ളതുകൊണ്ട് അർത്താലൊന്നും മൂരൂല, അതുകൊണ്ട് എന്റെ അരയിലുണ്ട് ഒരു ഘടകം, അതിങ്ങോട്ട് എടുത്തോന്നു. അബൂജഹലിന്റെ അരയിൽ അത് എടുത്തു നോക്കുമ്പോ നല്ല പത്തരമാറ്റിന്റെ പവറില്ല, നല്ല തിളങ്ങുന്നതാണ്. അതുകൊണ്ട് അവന്റെ തല അറുത്തു മാറ്റിയപ്പോ ഈ തലയൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക് പന്തലിലേക്ക് കൊണ്ടുപോകണം എന്ന് ചിന്തിച്ചപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തലയൊന്ന് പൊക്കി നോക്കുന്ന സമയത്ത് മഹാനവറുകൾ വീണുപോയി. കാരണം തന്നെക്കാളും വെയിറ്റ് തലക്കാണ്. തല പൊക്കാൻ കഴിയുന്ന തലക്കെന്തൊരു കനം. തല പൊക്കണമെങ്കിൽ തലയെക്കാളും കനം ഈ നിൽക്കുന്ന ആൾക്ക് വേണ്ടേ.
തല പൊക്കാൻ കഴിയുന്നില്ല, പൊക്കിക്കൊണ്ടുപോകാൻ കഴിയൂല. പൊക്കിക്കൊണ്ടുപോകാൻ മാത്രം ബഹുമാനുള്ള തലയും അല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും എന്ന് മനസ്സിലാക്കി അവസാനം അല്ലാഹു തആല തോന്നിപ്പിച്ചു, എന്നാ പിന്നെ കാതിന് പകരം കാതായിക്കോട്ടെ. കാതിന് ഒരു ഓട്ട തുളച്ച് അതിലൊരു കയറ് കെട്ടിയിട്ട് ആ തല ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയി. അപ്പോഴാണ് പണ്ട് ഖുർആൻ അവതരിച്ചത്, മക്കത്ത് വത്ത് അവതരിച്ചത് യാഥാർത്ഥ്യമാകുന്നത്. കല്ലാല ഇല്ലം യന്തഹി ലനസ്ഫഅൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിആ. ആ മൂർദാവ് നിലത്തുകൂടെ നമ്മൾ വലിക്കുക തന്നെ ചെയ്യും. വലിച്ചു കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക്. അല്ലാഹു തആല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊടുത്തൊരു പകരമായിരുന്നു അത്. പകരത്തിന് പകരം അല്ലാഹു തആല നൽകിയ ഒന്നാണ്. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ, മെലിഞ്ഞൊട്ടിയ ശരീരമാണെങ്കിലും മെലിഞ്ഞൊട്ടിയ കാലാണെങ്കിലും അതുകൊണ്ട് ഒരുപാട് സുന്നത്തുകൾ ചെയ്ത് അധ്വാനിച്ച് ആഖിറത്തിലേക്ക് ഉഹുദിനേക്കാളും ഭാരമുള്ളത് ഒരുമിച്ച് കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തുമ്പോ ഉപ്പമാരോട് ഉമ്മമാരോട് ഞാൻ പറയട്ടെ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് നമുക്ക് ഉണ്ടായി തീരേണ്ട വലിയൊരു മഹബ്ബത്താണ് ഖുർആനിനോടുള്ള മഹബ്ബത്ത്. നല്ല മഹബ്ബത്ത് നമുക്കുണ്ടാകണം. ഉമ്മമാരെ, പരിശുദ്ധ ഖുർആൻ നമ്മളും നമ്മുടെ മക്കളും നന്നായി ഓതണം. നമ്മുടെ വീടുകളിൽ പരിശുദ്ധ ഖുർആനിന്റെ ഓത്ത് മുഴങ്ങണം. വീടുകളിൽ ഖുർആനോത്ത് മുഴങ്ങുന്നത് വീട്ടിലുള്ള വലിയ ബറക്കത്തിന് നിദാനമാണ്. വീട്ടുകാർക്ക് വലിയ ശിഫാക്കുള്ള ആയുധമാണ്. പരിശുദ്ധ ഖുർആൻ ഉപയോഗപ്പെടുത്തേണ്ട വിധത്തിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം. എന്നോട് ഇങ്ങോട്ട് വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ സതേ വല്ലാത്ത പ്രയാസത്തിലാണ്, രാവും പകലൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, വർദ്ധിച്ച കടം കൊണ്ടാകെ കുടുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കടം കൊണ്ട് വിഷമിക്കുന്ന നിങ്ങൾ ഖുർആൻ എന്നൊരു സൂറത്ത് പറഞ്ഞു തന്നാല് പതിവായി ഓതാൻ തയ്യാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഓതാൻ തയ്യാറുണ്ട്. എന്റെ വകയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു സുന്നത്താണ്. തങ്ങൾ അടുത്ത് വന്നിട്ട് ഒരാള് ഭാരിച്ച കടത്തിന്റെ പരാതി പറഞ്ഞു. പുറത്തിറങ്ങാൻ വിഷമിക്കുന്ന രീതിയിൽ തരത്തിൽ വല്ലാത്ത കടമുണ്ട്. കടത്തിന്റെ പരാതി പറഞ്ഞപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ വീട്ടിലേക്ക് കയറുമ്പോ എല്ലാ സമയത്തും വീട്ടിലേക്ക് നിങ്ങൾ കയറുമ്പോ സലാം പറഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോ ഫസ്റ്റ് സ്റ്റെപ്പിൽ അവിടെ നിന്നുകൊണ്ട് ഒരു ഖുൽ ഹുവല്ലാഹു അഹദ്, ഒറ്റ ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സ്വലാത്ത് അത് പതിവാക്കാൻ വേണ്ടി പറഞ്ഞു ആ സ്വഹാബിയോട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ സ്വഹാബി ഒരു കൊട്ട കാരക്കയായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നബിയെ കടക്കെ വീടി, കാശ് ബാക്കി വന്നപ്പോ അതുകൊണ്ടൊരു കൊട്ട കാരക്ക വാങ്ങിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. എനിക്ക് അല്ലാഹു തആല ധാരാളം ഐശ്വര്യം തന്നു. ഹദീസിൽ കാണാം, അയൽവാസികൾക്കടക്കം അദ്ദേഹം സമ്പത്ത് ചൊരിഞ്ഞു കൊടുത്തു. അത്രയും വർധനം അല്ലാഹു നൽകി. ടെസ്റ്റ് ഡോസിന് വേണ്ടി ആരും ഇത് ചെയ്യരുത്, അങ്ങനെ നിങ്ങൾ ചെയ്യണ്ട, അതിന്റെ ആവശ്യമില്ല. ആത്മാർത്ഥമായ ഈമാനും വിശ്വാസവും മഹബത്തുണ്ടോ എന്നാ പതിവാക്കാം. ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതേണ്ട ഒരു പണിയുള്ളൂ. അത് ബുദ്ധിമുട്ടാകുന്ന ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തൊരു മാർഗം ഖുർആനുമായിട്ടുള്ള ഒരു ബന്ധാണത്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിന്റെ വലിയൊരു മഹത്വം കൂടിയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഒരു ദിവസം നമ്മൾ 200 പ്രാവശ്യം ഓതണം എന്നല്ലേ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചത്. ഔറാദുകളൊക്കെ എണ്ണം കിട്ടായിട്ടാണ് ഒരാൾക്കാർക്ക് ചെല്ലാൻ പ്രയാസല്ലേ. എന്നാ 200 ദിവസം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതൽ സുന്നത്തുണ്ട് എല്ലാ ദിവസവും.
അപ്പൊ കുറെ ഔറാദായി. അത് ഒറ്റടിക്ക് ചൊല്ലി തീർക്കാൻ കഴിയില്ല. 5 നിസ്കാരങ്ങൾക്ക് പാകപ്പെടുത്തിയോളി. അപ്പൊ 40 വീതം ചൊല്ലി റെഡിയായി. ഒരു 40 അല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഈ പള്ളി നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഓതി തീരാനേ ഉള്ളൂ. കുറഞ്ഞ സമയം മതി. അത് അങ്ങനെ 5 നിസ്കാരത്തിന്റെ ശേഷം പതിവാകുമ്പോ 200 ആയി. അങ്ങനെയാണ് നമ്മൾ ഖുർആന്റെ ഓരോ ഭാഗങ്ങളുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ബന്ധിപ്പിക്കേണ്ടത്. അങ്ങനെ ബന്ധിപ്പിക്കുമ്പോ അതിന്റെ വലിയ സൗന്ദര്യം ഇവിടെ വെച്ച് അനുഭവിക്കാൻ കഴിയും. ആഖിറത്തിൽ ആ സുന്നത്തെടുത്തതിന്റെ വലിയ പ്രതിഫലം സവാബ് അല്ലാഹു തആല കണക്കാക്കി തരുകയും. അപ്പൊ അതിനു വേണ്ടി ആ ചെറുപ്പക്കാരനോട് ഞാൻ പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പതിവാ. കടബാധ്യതകളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ കടബാധ്യതകളൊക്കെ വീട്ടിയിട്ട് വേണം ദുനിയാവെന്ന് പോകാൻ. ഭാരിച്ച ബാധ്യതകളോടെ ബാക്കി വെച്ചുകൊണ്ട് ആരും പടിയിറങ്ങരുത്. എല്ലാ ഹക്കുകളും അല്ലാഹു തആല യഥാവിധി വീട്ടാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അത് വേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ ഹക്കുകൾ ബാക്കിയിട്ട് പോയാൽ അത് ബാക്കിയുള്ള ആൾക്കാർ വീട്ടും എന്നത് ഉറപ്പ് കുറവാണ്. വളരെ അപൂർവമുള്ളൂ അങ്ങനെ വീട്ടുന്നത്. ഉണ്ടെങ്കിൽ തന്നെ ഒരു പക്ഷേ മുഴുവനായി വീട്ടാൻ ഒരു പക്ഷേ ചാൻസ് കിട്ടിയില്ല. സ്വന്തം ഓരോരുത്തരുതാകുമ്പോൾ അത് വീട്ടാൻ നല്ല സുഖമാണ്. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കുന്നതിന്റെ മഹബത്ത് വെക്കുന്നതിന്റെ ഭാഗമായി അവിടുത്തെ ഇത്തിബാ ചെയ്യുക. ഈ ഇത്തിബാ ചെയ്യേണ്ട വിഷയത്തിൽ എവിടെയെങ്കിലൊക്കെ എതിരും കുറവും വന്നാൽ അതിന്റെ അർത്ഥം മഹബത്ത് കുറവുണ്ടാകുന്നതാണ്. അങ്ങനെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. ഇത്തിബായിന്റെ മഹബത്തിന്റെ അടയാളങ്ങളിൽ ഏതെങ്കിലും ചിലതിൽ എതിര് വന്നാൽ ആ മനുഷ്യൻ മഹബത്ത് കുറഞ്ഞവനാകും. പക്ഷേ മഹബത്തിന്റെ പരിധിയിൽ നിന്ന് പൂർണ്ണമായും അയാൾ പുറത്തു പോകൂല. അതേ സമയത്ത് അയാൾക്ക് മഹബത്ത് കുറവുണ്ടാകും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടം വെക്കുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയെല്ലാം ഇഷ്ടം വെച്ചിട്ടുണ്ടോ അവരെ എല്ലാവരെയും ഇഷ്ടം വെക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിന്റെ ഭാഗമായി അവിടുത്തെ കൂടുതലായി പറയുക. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ സുന്നത്തും അവിടുത്തെ ഓരോ വിശേഷണങ്ങളും പഠിച്ച് അന്യോന്യം കൂട്ടുകാർക്കും കുടുംബക്കാർക്കും മക്കൾക്കും അധികരിച്ചത് പറഞ്ഞു കൊടുക്കുക. അതൊരു പ്രത്യേകമായ സംഗതിയാണ്. മനസ്സിന് സമാധാനം ലഭിക്കാനുള്ള വലിയൊരു മാർഗവുമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? മുജാഹിദ് റളിയല്ലാഹു അൻഹു പോലത്തെ പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനങ്ങൾ എഴുതി. ദിക്റുല്ലാഹി എന്ന വാക്കിന്റെ അർത്ഥം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അസ്ഹാബുമാണ്. അവരെ ധാരാളം പറയുക. എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം പറഞ്ഞ് മഹബത്ത് പറഞ്ഞ് അവസാനം അവരെ മഹബത്തിലായി കാണാൻ ആഗ്രഹിച്ച് അതേ കിടപ്പറയിലേക്ക് എത്തുന്ന സമയത്തും ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ പതിവായിരുന്നല്ലോ അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വങ്ങൾ ധാരാളം പറയും. സ്വഹാബിമാരുടെ മഹത്വങ്ങൾ ധാരാളം പറയും. എന്നിട്ട് അവസാനം മഹാനവറുകൾ പറയും, അസുലീ വ ഫസുലീ. ആ സ്വഹാബിമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവരെന്റെ അവലംബമാണ്, എന്റെ ആശ്രയമാണ്. വ ഇലൈഹിം ത്വാല ഖൽബി. എന്റെ മനസ്സ് അവരിലേക്ക് കൂടുതലായി അവരെ കാണാൻ എന്റെ മനസ്സിന് ആഗ്രഹം നീണ്ടിരിക്കുന്നു. ഫഅജ്ജിൽ റബ്ബി ഖബ്ലി ഇലൈഹിം. അല്ലാഹുവേ, എന്നെ നീ അവരിലേക്ക് പെട്ടെന്ന് തന്നെ കൂട്ടിത്തരണേ എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു വിരിപ്പിലേക്ക് പോകുമ്പോൾ മഹാനവറുകൾ ധാരാളം പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള ആഗ്രഹം അതും പ്രകടിപ്പിക്കുക. സഹോദരങ്ങളെ, നിങ്ങൾ കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്നിരിക്കുന്ന ഒരു സ്വഹാബിയുണ്ട്. എന്നും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വന്നിരുന്നിട്ട് ആ സ്വഹാബി നബി തങ്ങളിലേക്ക് അങ്ങനെ നോക്കി നിൽക്കും. കണ്ണ് തെറ്റിക്കാതെ നോക്കി നിൽക്കുമ്പോ ഒരിക്കൽ തങ്ങൾ ചോദിച്ചു, മാ ബാലുക, എന്തേ നിന്റെ വിഷയം? ഒരിക്കലും കണ്ണിന്റെ ഇമ വെട്ടാതെ നീ എന്നെ നോക്കി അങ്ങനെ ഇരിക്കുന്നല്ലോ. ആ സമയത്ത് ആ സ്വഹാബി പറഞ്ഞു, ബി അബീ അൻത വ ഉമ്മീ അതമത്തഉ മിനൻ നദിരി ഇലൈക്. നബിയേ, തങ്ങളെ കാണുമ്പോൾ എന്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്, എന്റെ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ് തങ്ങളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ. അതുകൊണ്ടാണ് ഞാൻ എന്റെ കണ്ണിന്റെ ഇമ വെട്ടാതെ നോക്കി നിൽക്കുന്നത്. ഫൈദാ കാന യൗമുൽ ഖിയാമത്തി റഫഅകല്ലാഹു ബിതഫ്ളീലിഹി. ഖിയാമത്ത് നാളായാൽ അല്ലാഹു തആല പ്രത്യേക മഹത്വം തന്ന് തങ്ങളെ ഉയർത്തുകയില്ലേ നബിയേ? ആ സമയത്ത് കൂടുതലായി എനിക്ക് നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഞാൻ ഇവിടെ തന്നെ ധാരാളം നോക്കി നിൽക്കട്ടെ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണുമ്പോഴേക്ക് മനസ്സിന് സമാധാനം വന്നിരുന്ന സഹോദരിമാരും ആ കാലഘട്ടത്തിലില്ലേ? ഉമ്മമാരെ, ബനൂ ദീനാർ ഗോത്രത്തിൽപ്പെട്ട ഒരു സഹോദരിയുടെ ഭർത്താവും മകനും അതുപോലെ തന്നെ സഹോദരനും ഒരു യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പങ്കെടുത്തു. ആ സഹോദരിയോട് യോദ്ധാക്കളിൽ പെട്ട ചിലര് വന്നിട്ട് പറഞ്ഞു, ഖുതില സൗജുകി, നിങ്ങളുടെ ഭർത്താവ് ഷഹീദായിട്ടുണ്ട്. അപ്പോൾ ആ പെണ്ണ് ചോദിക്കുന്ന ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താ സംഭവിച്ചത്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ എന്താണ്? പിന്നെ പറഞ്ഞു, നിങ്ങളെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്, യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട്. അപ്പയും ചോദിക്കുന്നത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്താ പറ്റിയത്? മൂന്നാമത് പറഞ്ഞു, നിങ്ങളെ മകനും ഷഹീദായിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടും വേവലാതിപ്പെടാത്ത സഹോദരി, ബനൂ ദീനാർ ഗോത്രക്കാരിയായ പെണ്ണ് ചോദിക്കുന്നത്, സ്വഹാബി വനിത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥയെ പറ്റി പറയൂ. അല്ലാഹുവിന്റെ റസൂലിന് എന്ത് സംഭവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് സ്വഹാബത്ത് പറയുമ്പോ പെണ്ണ് പറയുന്നു, സ്വഹാബി വനിത പറയുന്നു, സ്വഹാബിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണിച്ചു തന്നാൽ എന്റെ മനസ്സിന് വലിയ സമാധാനമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റാഹത്തോടെ നിലനിൽക്കുന്നത് പെണ്ണ് കണ്ടപ്പോൾ ബനൂ ദീനാർ ഗോത്രക്കാരിയായ പെണ്ണ് പറഞ്ഞു, കുല്ലു മുസീബത്തിൻ ബഅദക ജലലുൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ജീവിച്ചിരിപ്പുണ്ടോ? എനിക്ക് സംഭവിച്ച എല്ലാ ആപത്തുകളും എന്നാൽ നിസ്സാരമാണ്, വളരെ ചെറുതാണ്, ഞാനത് പ്രശ്നമാക്കുന്നില്ല. സ്വന്തം മകനും സ്വന്തം സഹോദരനും സ്വന്തം ഭർത്താവും ഷഹീദായിട്ടും വിഷമിക്കാത്ത സഹോദരി, ആ സഹോദരിയുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുക്കാഴ്ചയാണ്. അത് കണ്ടപ്പോൾ വലിയ സമാധാനമായി. ഓ ഉമ്മമാരെ, എന്ത് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലിയിട്ട്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിൽ മദ്ഹ് ചൊല്ലിയിട്ട്, അല്ലാഹുവിലേക്ക് കരമുയർത്തിയിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഭാഗമായി ഏത് പ്രശ്നങ്ങളും ചെറുതായി കിട്ടും, ഏത് മുസീബത്തുകളും നിസ്സാരമായി കിട്ടും.
ദുനിയാവിലുള്ള ജീവിതം ആഖിറത്തിലേക്ക് നല്ല മാർഗങ്ങൾ ഒടുക്കാൻ എളുപ്പമാകും. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആഗ്രഹിക്കണം. എത്ര വലിയ ദോഷം ചെയ്യുന്ന ആളാണെങ്കിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബഹുമാനവും മഹബ്ബത്തും ഇഷ്കും താല്പര്യവുമുണ്ടോ? കാണാൻ അവന് കഴിയുമെന്നല്ലേ മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ബഹുമാനവും താല്പര്യവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുക. എഴുതുമ്പോഴും പറയുമ്പോഴും സ്വലാത്തുകൾ പതിവാക്കുക. അതേ വായിക്കുന്ന ഘട്ടത്തിലും സ്വലാത്തുകൾ പതിവാക്കുക. മലയാളമാണ് വായിക്കുന്നതെങ്കിലും വേറെ ഏത് ഭാഷയിലാണ് വായിക്കുന്നതെങ്കിലും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമങ്ങൾ വലിയ ബഹുമാനമുള്ള നാമമാണ്. ആ നാമം കേൾക്കാൻ വേണ്ടി വരെ ഉദു എടുത്തിരുന്നവരുണ്ട്. ആ നാമത്തിൽ ഒരു ഹദീസ് പറയാൻ ഉദു എടുത്ത് നല്ല വസ്ത്രം മാറ്റിയിട്ട് അത്തറ് പൂശിയിട്ട് ഒരേ ഇരിപ്പിടത്തിൽ ഇരിക്കൽ പതിവുള്ള മഹാനല്ലേ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. ഉദു എടുക്കാതെ ഒരു ഹദീസും പറയില്ല. തലപ്പാവ് ധരിക്കാതെ ഒരു ഹദീസും പറഞ്ഞിട്ടില്ല. ഹദീസ് പറയാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് ബഹുമാന പുരസ്സരം ഇരുന്നിട്ടല്ലാതെ ഒരു ഹദീസും പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹുൽ ബുഖാരിക്ക് ലോകതലത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചത് കണ്ടില്ലേ? ബഹുമാനമാണ് അതിന്റെ ഏറ്റവും മുഖ്യമായ തലം. ബഹുമാനം നന്നായി സ്വീകരിക്കണം. വെള്ളിയാഴ്ച രാവിലെ സ്വലാത്തുകൾ നടക്കുന്ന സദസ്സുകളുണ്ടോ? ബഹുമാന പുരസ്സരം ആ സദസ്സുകളിൽ നമ്മൾ സംബന്ധിക്കണം. വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുസ്ലിം സഹോദരീ സഹോദരന്മാർക്ക് വലിയ ആദരവുണ്ടാകേണ്ട രാവും പകലുമാണ്. സ്വലാത്തുകൾ അധികം കാത്തിരിക്കുന്ന സമയമാണ്. നമ്മൾ ആരാവും പകലും ചിരിച്ച് മതിയാക്കി തള്ളരുത്, വെറുതെ ആക്കി കളയരുത്. നമ്മുടെ അക്കൗണ്ടിലേക്ക് സ്വലാത്തിന്റെ എണ്ണം പെരുപ്പിക്കണം. ഏറ്റവും അധികം സ്വലാത്ത് ചൊല്ലിയ മെമ്പർമാരുടെ എണ്ണം നിങ്ങളെ ഈ മഹല്ലത്തിൽ നിന്ന് മലക്കുകൾ ഉയർത്തിക്കൊണ്ടുപോകുമ്പോൾ എന്റെ പേരും അതിലുണ്ടാകണമെന്ന് ഓരോ ഉമ്മയും തീരുമാനിക്കണം. ഓരോ പെങ്ങളും തീരുമാനിക്കണം. ഓരോ ഉപ്പമാരും സഹോദരന്മാരും തീരുമാനിക്കണം. ഇമാം ത്വബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഏറ്റവും അധികം ചൊല്ലിയവരുടെ പേരുകൾ വെളിവാക്കാനായിട്ട് പ്രത്യേകം മലക്കുകൾ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ആ രാത്രിയിലും പകലിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വലിയ ബന്ധമുണ്ടാകണേ. ഒരു ബന്ധവുമില്ലാതെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും കഴിയരുത്. കഴിവിന്റെ പരമാവധി എണ്ണം പെരുപ്പിക്കണം. എല്ലാ വെള്ളിയാഴ്ചയും 1000 സ്വലാത്ത് ചൊല്ലിയൊരു മഹാനില്ലേ, അവരെ ചരിത്രം കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ മജ്‌ലിസ് അല്ലാഹു ഖബൂലാക്കി തരട്ടെ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹും മഹബ്ബത്തും ധാരാളം പഠിക്കാനും പകർത്താനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാവിധി സ്നേഹിക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട സർവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എണീറ്റടുത്തേക്ക് ദുആഇന്റെ ആമീൻ കേൾക്കാൻ. നിങ്ങൾ ദൂരത്ത് പോയിരുന്ന കസേര എടുത്ത് വന്നാലും കുഴപ്പമൊന്നുമില്ല. സംഭാവനയും സ്വതക്കയും പിരിവും വാങ്ങാനല്ല, നിങ്ങൾ ധാരാളം കൊടുക്കുന്നവരാണ്. നാളെയും മറ്റന്നാളൊക്കെ നല്ലോണം കൊടുക്കണം. ലാസ്റ്റ് ദിവസം ആ കസേര എങ്ങനെ എടുത്തിട്ടൊന്ന് മുന്നോട്ടിരുന്നാൽ മതി. ഒന്ന് ആമീൻ പറയുന്നത് കേൾക്കാൻ. ഒന്ന് ഓരോരുത്തർക്കുള്ള കസേര ഒന്ന് മുന്നോട്ട് വെച്ചാൽ മതി. ഇത് തള്ളിയിടരുത്. ഈ ഉപകരണം തള്ളിയിടരുത്. തള്ളിയതാണ് തള്ളിയിട്ടാ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടോ.
ഒന്ന് മുന്നോട്ട് വെച്ചാൽ മക്കളെ കുട്ടികളെ ഒന്ന് മുന്നോട്ട്. നല്ല മക്കളാണ്, നല്ല അതവുള്ള മക്കളാണ്, ഒക്കെ തൊപ്പിട്ട് വന്നത് നല്ല മക്കളാണ്. എല്ലാവർക്കും അല്ലാഹു ഇൽമു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കുട്ടികളാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എല്ലാ വെള്ളിയാഴ്ചയും 1000 സ്വലാത്ത് ചൊല്ലിയിട്ട് പതിവാക്കി നടന്നിരുന്നു ബഹുമാനപ്പെട്ട ഖല്ലാദ് ഇബ്നു കസീർ. ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു എല്ലാ വെള്ളിയാഴ്ചയും ചൊല്ലും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ നബിയിൽ ഉമ്മി എന്ന സ്വലാത്ത് 1000 തവണ ചൊല്ലൽ പതിവുണ്ടായിരുന്നു. ഓ ഉപ്പമാരെ, ഉമ്മമാരെ, 1000 സ്വലാത്ത് വെള്ളിയാഴ്ച പകൽ ചൊല്ലാൻ ചുരുങ്ങിയ സമയം മതി. 1 മണിക്കൂറും ചില്ലറ മിനിറ്റും ഉണ്ടായാൽ നമുക്കും ചൊല്ലാം 1000 സ്വലാത്ത്. നമ്മളെ മനസ്സും ശരീരവും അതിനൊന്ന് ചിട്ടപ്പെടുത്തണം. സുബഹി നിസ്കാരം കഴിഞ്ഞ് 10-11 മണി വരെ ഉറങ്ങിയാൽ അത് നടക്കൂല. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണെന്ന ബോധത്തോടെ അൽ-കഹ്ഫ് സൂറത്ത് ഓതണം. അതേപോലെ തന്നെ സ്വലാത്തുകൾ അധികരിപ്പിക്കണം. അൽ-കഹ്ഫ് ഓതൽ സുന്നത്തുള്ളത് പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും സുന്നത്താണ്. സ്വലാത്തുകൾ ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളും അധികരിപ്പിക്കണം. ദുആ ആണുങ്ങളെ പോലെ പെണ്ണുങ്ങളും അധികരിപ്പിക്കണം. ജുമുഅക്ക് പുരുഷന്മാര് മാത്രം വന്നാൽ മതി, അത് സ്ത്രീകൾ വരേണ്ടതില്ല. അവർക്ക് വിട്ടുവീഴ്ചയാണ്. അവർ ളുഹർ നിസ്കരിച്ചാൽ മതി. ജുമുഅക്ക് വരാത്തവരുണ്ട്, സ്ത്രീകൾക്കൊരു കുറവാണെന്ന് കരുതരുത്. അവര് വരാത്തതിന് അടക്കമുള്ളത് അല്ലാഹു വേറെ വയസ്സിലൂടെ അവർക്ക് നൽകും. ഇരിക്കട്ടെ, 1000 സ്വലാത്ത് ചൊല്ലിയ മഹാന് കിട്ടിയ ഭാഗ്യം കണ്ടോ? എനിക്കും നിങ്ങൾക്കും ആ ഭാഗ്യമാണ് ദുനിയാവിലുള്ളൊരു പ്രതീക്ഷ. 1000 സ്വലാത്തെങ്കിലും നമ്മൾ പതിവാക്കിയാൽ ഖല്ലാദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുമ്പോ മഹാനവറുകളെ കഫംപുടയിലേക്ക് ഒരു എഴുത്ത് വന്ന് വീണു. ഒരു മനുഷ്യന്മാരുടെയും കയ്യക്ഷരമായിട്ട് ആർക്കും അത് തോന്നിയില്ല. എന്താണ് ആ എഴുത്തിലുള്ളത്? ഹാദിഹി ബറാഅത്തും മിനന്നാരി ലിഖല്ലാദ് ഇബ്നു കസീർ. മുത്തുനബി തങ്ങൾക്ക് 1000 സ്വലാത്ത് ചൊല്ലിയ ഖല്ലാദ് ഇബ്നു കസീർ തങ്ങള് നരകത്തിൽ നിന്ന് മുക്തനാണ്. നരകത്തിന്റെ മോചനം കിട്ടിയത് ആ ഒരു സ്വലാത്തിന്റെ സബബ് കൊണ്ടാണെങ്കിൽ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ഉപ്പമാരെ, സമയബന്ധിതമായി ധാരാളം സ്വലാത്ത് ചൊല്ലിയിട്ട് വെള്ളിയാഴ്ച രാവും പകലും സന്തോഷകരമാക്കിയിട്ട് അനുകൂലമാക്കി എടുക്കണം. ചെറിയൊരു പ്രതീക്ഷയെങ്കിലും ഈ ഹ്രസ്വകാല ജീവിതത്തിൽ ആഖിറത്തിലേക്ക് പോകുന്ന നമുക്കുണ്ടാകണം. മഹാന്മാരെ പോലെ വലിയ സംഭവങ്ങൾ ഉണ്ടാകാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലി എന്ന് മനസ്സിനൊരു പ്രതീക്ഷയുണ്ടല്ലോ. ആ പ്രതീക്ഷയെങ്കിലും ഉണ്ടാക്കാൻ കഴിയണം. പരമാവധി സ്വലാത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവും പകലും സജീവമാക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാ ദിവസവും 100 സ്വലാത്ത് ചൊല്ലുന്നവരുണ്ട്, വളരെ വലിയ നന്മയാണ്. എല്ലാ ദിവസവും മൗലിദ് ഓതുന്നവരുണ്ട്, ബുർദ ചൊല്ലുന്നവരുണ്ട്. എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിഗണനയും ശഫാഅത്തും ലഭിച്ചാൽ ഈ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം ലഭിക്കും. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. കഴിവിന്റെ പരമാവധി സുന്നത്തുകൾ പഠിക്കുക. എല്ലാ സുന്നത്തുകളും ഞാനിവിടെ പറയാൻ കഴിയില്ലല്ലോ. നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോ അതാത് മേഖലകളിലുള്ള സുന്നത്തുകൾ ഉസ്താദുമാരോട് ചോദിച്ച് കൃത്യമായി പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക. ഒന്നിനുമല്ല,
ജീവിതം ഒരാളുടെ മോഡലിലുമല്ല. ഒരു വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിശയിലാണ്, തങ്ങളെ ഇഷ്ടത്തിലാണ്, പൊരുത്തത്തിലാണ്, മഹത്വത്തിലാണ് എന്ന നിലക്ക് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മരിക്കുന്നതിന്റെ മുമ്പെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ ശറഫാക്കപ്പെട്ട തിരുമുഖം ഒരു സന്തോഷ കാഴ്ച കണ്ടുകൊണ്ട് പിരിയാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.